നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. നമസ്തേ, ഞാൻ എം കെ വിനോദ്. നമുക്ക് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. താനൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെയും മുംബൈയിൽ കണ്ടെത്തി. +2 വിദ്യാർത്ഥിനികളെ ലഭിച്ചത് മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്ന്. കേരള പോലീസ് കുട്ടികളെ നാട്ടിലെത്തിക്കും. ബംഗാൾ ഓർമ്മിപ്പിച്ച് BJPയെ ഭയന്ന് CPM സംഘടനാ റിപ്പോർട്ട്. ബംഗാളിലെ വീഴ്ച ആവർത്തിക്കരുത്. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോരുന്നു. സഹകരണ മേഖലയുടെ തകർച്ചയ്ക്ക് സഖാക്കൾ തന്നെ കാരണമാകുന്നുവെന്നും തുറന്ന് സമ്മതിച്ച് CPM. കോൺഗ്രസ് വഞ്ചനയ്ക്കെതിരെ മുനമ്പം ജനത. വഖഫ് അധിനിവേശ വിരുദ്ധ പോരാളികൾ എറണാകുളം MP ഹൈബി ഈഡന്റെ വീട്ടിലേക്ക് ഇന്ന് പ്രതിഷേധ റാലി നടത്തും. കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് ആവശ്യം. ഏറ്റുമാനൂരിൽ 7.5 പൊന്നാന ദർശിച്ച ഭക്തസഹസ്രങ്ങൾ. ആറ്റുകാൽ ഉത്സവത്തിൽ കുത്തിയോട്ട വ്രതത്തിന് ഇന്ന് രാവിലെ തുടക്കം. ഇഷ്ടവഴിപാടായ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത് 6 മുതൽ 12 വയസ്സ് വരെയുള്ള ബാലന്മാർ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഇഷ്ടക്കാർക്ക് സംരക്ഷണം തുടർന്ന് പിണറായി സർക്കാർ. പണം തിരിച്ചടച്ച 3 റവന്യൂ ജീവനക്കാരെയും സർവീസിൽ തിരിച്ചെടുത്തു. സർക്കാരിന്റെ മൃദു സമീപനം പെൻഷൻ തട്ടിപ്പ് ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നിരിക്കെ രാജ്യത്ത് നക്സലിസം അവസാന ഘട്ടത്തിലെന്ന് പ്രധാനമന്ത്രി. കാടുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിച്ചെങ്കിലും നഗരമേഖലകളിൽ നക്സലിസം പിടിമുറുക്കി തുടങ്ങി. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഇത്തരം ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതായും മോദി. ഈ സീസണിലെ അവസാന ഹോം മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. കൊച്ചിയിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ മുംബൈ സിറ്റി. അങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഉത്സവം അടുത്ത് വരികയാണ്. 13-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK ഹോസ്പിറ്റൽ, ടച്ചിങ് ഹ്യൂമൻ ലൈവ്സ്, എടപ്പള്ളി, ട്രിവാൻഡ്രം. ആറ്റുകാൽ മഹോത്സവത്തോടനുബന്ധിച്ച് കുത്തിയോട്ട വ്രതം ഇന്ന് ആരംഭിക്കുകയാണ്. രാവിലെ 7 മണിക്ക് കുത്തിയോട്ട ചടങ്ങുകൾ തുടങ്ങും. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ബാലന്മാരാണ് ദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാടായ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, ഇത് സ്ത്രീകളുടെ ശബരിമല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ കുത്തിയോട്ട വ്രതം, അതായത് ദേവിക്ക് അകമ്പടി പോകേണ്ട കുത്തിയോട്ട ബാലന്മാർ, അവരുടെ വ്രതം ഇന്ന് ആരംഭിക്കുകയാണ്. എത്ര കുട്ടികളാണ് ഇന്ന് ഈ കുത്തിയോട്ട വ്രതം ആരംഭം കുറിക്കുന്നത്? മറ്റു വിവരങ്ങൾ. വീണ, ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോഴുള്ളത്. ഈ കുത്തിയോട്ട വ്രതം ഇന്ന് ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇവിടേക്ക് എത്തുന്നത് ഏതാണ്ട് 8 മണിയോടുകൂടിയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറ്റുകാൽ ദേവിയെ വണങ്ങി ദേവീദാസന്മാരാകാൻ കുത്തിയോട്ട ബാലന്മാർ ഇന്ന് മുതലാണ് വ്രതം നോറ്റു തുടങ്ങുന്നത്. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് വരിവരിയായി കുത്തിയോട്ട ബാലന്മാർ ദേവിയെ വണങ്ങും. അതോടുകൂടിയാണ് ഈ വ്രതം ആരംഭിക്കുക. പള്ളിപ്പലകയിൽ 7 വെള്ളി നാണയങ്ങൾ വെച്ച് മേൽശാന്തിക്ക് ദക്ഷിണ
നൽകി അനുഗ്രഹം വാങ്ങി കുത്തിയോട്ട അനുഷ്ഠാനത്തിലേക്ക് ബാലന്മാർ കടക്കും. പിന്നീട് അവർ ദേവിയുടെ ദാസന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ടത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. ഈ പ്രായത്തിനിടയിലുള്ള കുഞ്ഞുങ്ങളാണ്. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതിന്റെ 3-ാം ദിവസം, ഇന്ന് 3-ാം നാളാണ്. ഈ 3-ാം നാളിലാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുക. ഇനിയുള്ള 7 ദിവസങ്ങൾ ഈ ബാലന്മാർ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കും. നമുക്ക് ദൃശ്യത്തിലൊരു ബാലനെ കാണാൻ കഴിയും. 8 മണിയോടുകൂടി ബാക്കിയുള്ള ബാലന്മാരും ഇവിടേക്ക് എത്തും. പുലർച്ചെ തന്നെ ഇവർ ഓരോ ദിവസവും ഉണർന്ന ക്ഷേത്രകുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് ദേവിയെ ജപിച്ചുകൊണ്ട് ക്ഷേത്രം വലം വെച്ച് പിന്നീട് ദേവിയെ നമസ്കരിക്കേണ്ടതുണ്ട്. മഹിഷാസുര മർദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നുള്ളതാണ് വിശ്വാസമായി പറയുന്നത്. കുത്തിയോട്ട നേർച്ചയിലൂടെ ദേവപ്രീതി നേടാമെന്നും ഒപ്പം തന്നെ അതുവഴി ഉന്നത വിജയങ്ങളും രോഗവിമുക്തിയും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ആഗ്രഹ സബലീകരണം, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടി ദേവിയുടെ മുന്നിൽ ഈ കുത്തിയോട്ട വ്രതം നടത്തിയാൽ മതി എന്ന ഒരു വിശ്വാസം കൂടിയുണ്ട്. 7 ദിവസങ്ങൾ കൊണ്ട് 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ദേവിയുടെ ആശീർവാദമൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. ഉത്സവത്തിന്റെ 9-ാം ദിവസം കിരീടം വെച്ച് അണിഞ്ഞൊരുങ്ങി ദേവിയുടെ മുൻപിലെത്തി ചൂരൽ കുത്തുന്നവർ മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കും. പിന്നീട് അടുത്ത ദിവസം രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ദേവി തിരികെ എത്തുന്നതിന് മുൻപായി കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും. ദേവിയുടെ അകത്തെഴുന്നള്ളിപ്പിനു ശേഷം കുത്തിയോട്ട ബാലന്മാരുടെ ചൂരലിളക്കുന്ന ചടങ്ങ് നടത്തും. ഇതാണ് കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 8 മണിയോടുകൂടി കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭക്തരുടെ ഒരു തിരക്കാണ്. ദേവിയുടെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് തോറ്റംപാട്ടുകാർ പാടുന്നത് ദേവിയുടെ കല്യാണമാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ദേവിയുടെ ഓരോ കഥയാണ് ഓരോ ദിവസവും തോറ്റംപാട്ടുകാർ പാടുന്നത്. ഇന്ന് വിവാഹമാണ്. ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്. കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാനാകും. രാവിലെ മുതൽ തന്നെ ദേവിയെ കാണുന്നതിന് വേണ്ടി, ദേവിയെ വണങ്ങുന്നതിന് വേണ്ടി നിരവധി പേർ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഓരോ ദിവസവും നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ചയും ഇത് തന്നെയായിരിക്കും. അഭൂതപൂർവമായ തിരക്ക് കാണാൻ കഴിയും. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം, അത് ഒരു തവണ ദേവിക്ക് ഒരു വർഷം ദേവിക്ക് പൊങ്കാലയിട്ട് പിന്നീട് അടുത്ത വർഷത്തിലേക്ക് ആ പുണ്യ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തിയും ഓരോ അമ്മമാരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഒരുപക്ഷെ ഇത്ര കണ്ട് അമ്മമാർ പൊങ്കാലയിടുന്നൊരു ക്ഷേത്രം മറ്റെവിടെയും ഇല്ല. നമുക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും ലക്ഷക്കണക്കിന് അമ്മമാരാണ് ഇവിടേക്ക് എത്തുന്നതും. ഈ ചൂടാണെങ്കിലും ഈ കാലാവസ്ഥ ഒന്നും തന്നെ വകവയ്ക്കാതെ കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നും അമ്മമാരെത്താറുണ്ട്. കേരളത്തിന് പുറത്തു നിന്നും അമ്മമാരെത്താറുണ്ട്. അത്തരത്തിൽ വലിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അമ്മമാർ പൊങ്കാലയിടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഏതായാലും ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 3-ാം ദിവസമാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് 3-ാം ദിനമാണ്. ഇന്ന് തോറ്റംപാട്ടുകാർ പാടുന്നത് ദേവിയുടെ വിവാഹമാണ്. 8 മണിയോടുകൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പിന്നീട് അവർ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ദേവിയെ വണങ്ങി ഈ കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. പിന്നീട് ഇനി ഉത്സവം തീരുന്ന ദിവസം വരെയും ദേവിയുടെ ദാസന്മാരായവർ ക്ഷേത്രത്തിൽ തുടങ്ങും. ഏതായാലും ഇനി അല്പസമയത്തിന് ശേഷം ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും. വീണ, അതേപോലെ തന്നെ രശ്മി കാർത്തിക, നമുക്കറിയാം 13-ാം തീയതിയാണ് പൊങ്കാല മഹോത്സവം. പതിനായിരക്കണക്കിന് പൊങ്കാലകൾ അർപ്പിക്കാനായി അന്യദേശങ്ങളിൽ നിന്നും, തമിഴ്നാട് അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെയുള്ള ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നു. നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു കാഴ്ച കണ്ടാൽ എല്ലാ സ്ഥലങ്ങളിലും മൺകലങ്ങളുടെ വിൽപ്പന സജീവമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കവലകളിലൊക്കെ തന്നെ ആറ്റുകാൽ അമ്മയുടെ ചിത്രങ്ങളൊക്കെ അലങ്കരിച്ച് ആ നാട്ടിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടിലുള്ള ആളുകളുമൊക്കെ എല്ലാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നഗരത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ രശ്മി കാർത്തിക?
അതെ വിനോദ്, അങ്ങനെ തന്നെയാണ്. ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരമോ മാത്രമല്ല, തലസ്ഥാന നഗരം ഒന്നടങ്കം ദേവിയുടെ ആ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ പിന്നീട് നമുക്ക് നഗരത്തിൽ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊങ്കാല കലങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ദേവിയെ പല സ്ഥലങ്ങളിലായി ദേവിയുടെ വിഗ്രഹമൊക്കെ സ്ഥാപിച്ചതിന് ശേഷം അതിൽ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ അലങ്കാര ദീപങ്ങളൊക്കെ ഇട്ട് വലിയൊരു ഉത്സവം തന്നെയാണ്. തലസ്ഥാന നഗരത്തിന്റെ വലിയൊരു ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. അതിൽ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്ന കാഴ്ചകളൊക്കെ തന്നെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തർ, ക്ഷേത്രത്തിലേക്കുള്ള വഴിനീള പൊങ്കാല കലങ്ങളും അടുപ്പ് കൂട്ടാനുള്ള കട്ടകളും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതും വ്രതനിഷ്ഠയോടെ ലക്ഷക്കണക്കിന് വനിതകൾ കാത്തിരിക്കുന്ന ആ പൊങ്കാല ദിവസം. ആ പൊങ്കാല ദിവസത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 13-ാം തീയതി രാവിലെ 10:15 ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കും. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിനാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നത്. പിന്നീട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഉത്സവം ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ വർണ്ണിക്കുന്ന തോറ്റംപാട്ട് പാടിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ഓരോ ദിവസവും ഓരോ കഥയാണ് പാടുന്നത് തന്നെ. കണ്ണകി ദേവിയുടെ ചരിതമാണ് പാടുന്നത്. ഇന്ന് ദേവിയുടെ കല്യാണമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 3-ാം ദിവസത്തിന് അത്തരത്തിലൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഏതായാലും ആറ്റുകാൽ പൊങ്കാല ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു പുണ്യ ദിവസത്തിന്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിയെ കാണുന്നതിന് വേണ്ടി, ദേവിയെ വണങ്ങുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ തന്നെ പലയിടങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിനകത്തു നിന്നും ഒക്കെ നിരവധി ഭക്തരാണ് ഉത്സവം ആരംഭിക്കുന്ന അന്ന് മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് തന്നെ വലിയ പുണ്യമായാണ് ഓരോ അമ്മമാരും കാണുന്നത്. അതും നമുക്കിപ്പോഴത്തെ കാലാവസ്ഥ തന്നെ അറിയാം, പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ അമ്മമാർ ഈ പൊരിവെയിലത്ത് ആണ് പൊങ്കാല അർപ്പിക്കുന്നത്. കാരണം ദേവിയിൽ അത്ര കണ്ട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ഓരോ പൊങ്കാല ഇട്ട് കഴിയുമ്പോഴും എല്ലാ ദുരിതങ്ങളും മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഓരോ വർഷവും ഒരുപക്ഷെ ഇത്ര കണ്ട് ലക്ഷക്കണക്കിന് അമ്മമാർ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ആ ഒരു പൊങ്കാല, അത് ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല, ആ പുണ്യ ദിവസത്തിന് വേണ്ടി, ആ പുണ്യ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ അമ്മമാരും ഓരോ ഭക്തരും. ഏതായാലും ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, അഭൂതപൂർവമായ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ്. ഇന്ന് 3-ാം ദിവസമാണിന്ന്. ഇനി ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 8 മണിയോടുകൂടെ തന്നെ കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് അവർ ഈ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഇവിടെ എത്തി നാണയങ്ങൾ സമർപ്പിച്ച് ദേവിയെ നമസ്കരിച്ച് വ്രതം ആരംഭിക്കുകയാണ്. പിന്നീട് കുഞ്ഞുങ്ങൾ ഉത്സവം തീരുന്ന ദിവസം വരെയും ക്ഷേത്രത്തിൽ തന്നെ തുടരും. ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകൾ, ഈ ഉത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ ദർശനമൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കും. അത്രയും സമയവും ഈ ദേവി ദർശനത്തിനായി ഭക്തരും എത്തുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് ഈ ക്യൂ ഏതാണ്ട് വലിയ നീണ്ട ഒരു ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം തിരക്ക് ആ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഒരു പുണ്യ മുഹൂർത്തത്തിന് വേണ്ടി, ആ പുണ്യ ദിവസത്തിന് വേണ്ടി ദേവിയുടെ മുന്നിലേക്ക് എത്തി പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം ഒട്ടാകെ. ഓരോ അമ്മമാരും അതിനുവേണ്ടി തന്നെ വ്രതം നോറ്റ് കാത്തിരിക്കുകയാണ്. വിനോദ്. ശരി രശ്മി. തിരുവനന്തപുരം നഗരം ഒന്നാകെ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. വീണാപ്രസാദിനൊക്കെ അറിയാമല്ലോ, ഈ ഇവിടെ നഗരം മാത്രമല്ല, വീടുകൾ പോലും, ഈ തിരുവനന്തപുരത്തെ വീടുകൾ പോലും അതിഥികളെ സ്വീകരിക്കാനായി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ? അന്ന് ആരും അടച്ചിടില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി തിരുവനന്തപുരം നഗരത്തിനുണ്ട്. ഇപ്പോൾ ഈ പൊങ്കാല ഇങ്ങനെ വളർന്ന് അത് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രചാരം വന്നു കഴിഞ്ഞു. അല്ല, എനിക്ക് തോന്നി കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ പോലും ഈ പൊങ്കാല എന്ന് പറയുന്ന ഒരു വഴിപാട് ആരംഭിച്ചത് തന്നെ ഈ ആറ്റുകാലിലെ ഈ ജന പങ്കാളിത്തം കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മറ്റു ക്ഷേത്രങ്ങളിലും ഈ ഒരു ചടങ്ങ് തന്നെ ആരംഭിച്ചതെന്ന് പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും, നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ സാധാരണഗതിയിൽ ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്തവണ വനിതകൾ കൈയടക്കും. ആ ദിവസം നഗരം മുഴുവൻ വനിതകൾ കൈയടക്കും. അതെ, അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിൽ സാധാരണ വനിതാ പോലീസുകാരെയൊക്കെ കൂടുതലായി വിന്യസിക്കാറുണ്ട്. ഇത്തവണ ഫയർഫോഴ്സിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫയർഫോഴ്സിന്റെ വനിതാ ബാച്ചും ഇത്തവണ പൊങ്കാലയുടെ ചാർജിലേക്ക് വരുന്നുണ്ട്. 40ഓളം വനിതാ ഉദ്യോഗസ്ഥരാണ്
പൊങ്കാല ദിവസം വരെ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടാകുക. പൊങ്കാലയ്ക്ക് സുരക്ഷ ഒരുക്കാൻ 1000-ലധികം വനിതാ പോലീസുകാരെയും നിയോഗിക്കും. ആദ്യമായി ഫയർ ആൻഡ് റെസ്ക്യൂവിലെ വനിതാ ഉദ്യോഗസ്ഥർ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പോലീസ് സേനയിലെ വനിതാ ഉദ്യോഗസ്ഥരും സേവന സന്നദ്ധരായി ഒപ്പമുണ്ട്. ആദ്യഘട്ടമായി തിരുവനന്തപുരത്ത് നിന്നുള്ള വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 33ഓളം ജീവനക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ 5ഓളം വനിതാ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകളുടെ ശൗര്യലാണല്ലോ. വനിതകളുടെ പ്രാതിനിധ്യം കൂടുതലായതുകൊണ്ട് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ പൊങ്കാലയുടെ അന്ന് തലേദിവസവും ഇവിടെ നിയോഗിക്കും. പൊങ്കാലോത്സവവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 40-ലധികം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ഉദ്യോഗസ്ഥർ സേവന സന്നദ്ധരായി കഴിഞ്ഞു. 2 സെക്ടറുകളായി തിരിഞ്ഞാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പ്രവർത്തിക്കുന്നത്. പൊങ്കാലയുടെ തലേ ദിവസം മറ്റ് വനിതാ ഉദ്യോഗസ്ഥർ എത്തിച്ചേരും. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഇത്രയും നാൾ നമ്മളിവിടെ തൊഴാനും പൊങ്കാലയിടാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമാണ് ഉള്ളത്. നമുക്ക് കൂടുതലായിട്ട് ഡ്യൂട്ടി ഇപ്പോൾ ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ആ ഭാഗത്താണ് ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2 കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കി കഴിഞ്ഞു. 179 CCTV ക്യാമറകൾ, 44 ഫയർ റെസ്ക്യൂ എഞ്ചിനുകൾ, ഹൈ പ്രഷർ പമ്പിംഗ് യൂണിറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാല മഹോത്സവത്തിനിടയ്ക്ക് കാണാതാകുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും മെഡിക്കൽ എമർജൻസികൾ നേരിടുന്നതിനും പ്രത്യേക യൂണിറ്റുകളും ക്ഷേത്ര പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. അപ്പോൾ പൊങ്കാല വിശേഷം പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റുമാനൂരിലേക്ക് പോകേണ്ടതുണ്ട്. പൊന്നാന ദർശനം അത് ഇന്നലെ ആയിരുന്നു. സായുജ്യമേകി 7:30 പൊന്നാന ദർശനം. വിശ്വപ്രസിദ്ധമായ ഏറ്റുമാനൂരപ്പൻ്റെ 7:30 പൊന്നാന ദർശനം തൊഴുത് ഭക്തജന സഹസ്രങ്ങൾ. കഴിഞ്ഞ രാത്രി ഏറ്റവും മനോഹരവും ഭക്തിസാന്ദ്രവുമായ നിമിഷങ്ങളിലൂടെയാണ് ഏറ്റുമാനൂർ കടന്നുപോയത്. ഭക്തർ വലിയ കാണിക്കയിൽ കാണിക്കയർപ്പിച്ചു. 7:30 പൊന്നാനകളെയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിലും എഴുന്നള്ളിപ്പിലും ഏറെ മനോഹരമായിരുന്നു. ഭക്തിസാന്ദ്രമായ ആ മണിക്കൂറുകളുടെ ദൃശ്യങ്ങളിലേക്ക്. ഏറ്റുമാനൂർ തിരുവുത്സവത്തിന്റെ 8ാം നാൾ അഘോരമൂർത്തിയായ പൊന്നുതമ്പുരാനെയും തമ്പുരാന്റെ 7:30 പൊന്നാനകളെയും ദർശിച്ച് ഭക്തജന സഹസ്രങ്ങൾ സായുജ്യമടഞ്ഞു. 12 മണിക്കാണ് 7:30 പൊന്നാന ദർശനമെങ്കിലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്ത് തിങ്ങിക്കൂടിയിരുന്നു. ഐരാവതം, പുണ്ടരീകം, കൗമുദം തുടങ്ങി അഷ്ടദിഗ്ഗജങ്ങളാണ് ഈ 7:30 പൊന്നാനകൾ. അതിൽ വാമനൻ അല്പം ചെറുതായതിനാൽ ആ ആനരൂപവും ചെറുതാക്കിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് 7:30 പൊന്നാനകളായത്. തിരുവിതാംകൂർ അനിഴം മഹാരാജാവ് നേരുകയും കാർത്തിക തിരുനാൾ മഹാരാജാവ് സമർപ്പിക്കുകയും ചെയ്തതാണ് ഈ പൊന്നാനകൾ. കൃത്യം 12 മണിക്ക് തന്നെ ആസ്ഥാന മണ്ഡപം തുറന്ന് 7:30 പൊന്നാന ദർശനവും മഹാകാണിക്ക സമർപ്പണവും ആരംഭിച്ചു.
ഇടതുഭാഗത്ത് 4ഉം വലതുഭാഗത്ത് 3ഉം പൊന്നാനകൾ. നടുവിൽ തിടമ്പിന് മുന്നിൽ അരപ്പൊന്നാനയും. നിമിഷമാത്രയിലെ പുണ്യദർശനം മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു ഭക്തർ. ചെങ്ങന്നൂർ പൊന്നരട്ട് മഠത്തിലെ പ്രതിനിധിക്ക് പിന്നാലെ ഭക്തജനങ്ങളും പൊന്നുംകുടത്തിൽ കാണിക്കയർപ്പിച്ചു. ശേഷം പൊന്നാനകളുടെ ക്ഷേത്രപ്രദക്ഷിണമാണ്. തീവട്ടികളുടെ വെളിച്ചത്തിൽ 7.5 പൊന്നാനകൾ മിന്നിത്തിളങ്ങി. ഏഴര പൊന്നാന ദർശനം മോക്ഷവും ഭാഗ്യവും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഏറ്റുമാനൂരപ്പ ഭക്തർക്ക് പഞ്ചാക്ഷരികൾ ഉണർന്ന ഈ രാവ് സുഹൃതമാണ്. ടീം ജനത്തിനൊപ്പം മിഥുനയ്യപ്പൻ, കോട്ടയം. ഏഴര പൊന്നാന ദർശിക്കാൻ നേരിട്ട് പോകാത്തവർക്കും ഈ ദൃശ്യം ഏറെ സഹായകരമായി, ഏറെ ആനന്ദമായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. രാവിലെ നമ്മൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു. പ്രത്യേക ദൃശ്യങ്ങളെല്ലാം അടങ്ങിയ പ്രത്യേക പ്രോഗ്രാമായി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു ക്ഷേത്ര ഉത്സവ വിശേഷങ്ങളിലേക്ക് കൂടി പോവാം. തിരുവനന്തപുരം പാച്ചല്ലൂർ ഇലങ്കം ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും ക്ഷേത്ര സമുച്ചയ സമർപ്പണവും നടന്നു. തന്ത്രിമുഖ്യൻ ബൈലൂർ മന BR അനന്തേശ്വര ഭട്ട് പുനഃപ്രതിഷ്ഠ നടത്തി. പത്മനാഭസ്വാമി ക്ഷേത്രം അച്യുതഭാരതി പുഷ്പാഞ്ജലി സ്വാമിയാർ ക്ഷേത്ര സമുച്ചയം സമർപ്പിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള തിരുവനന്തപുരത്തെ ക്ഷേത്രമാണ് പാച്ചല്ലൂർ ഇലങ്കം ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ബൈലൂർ മന BR അനന്തേശ്വര ഭട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം അച്യുതഭാരതി പുഷ്പാഞ്ജലി സ്വാമിയാർ ക്ഷേത്ര സമുച്ചയം ഭക്തർക്കായി സമർപ്പിച്ചു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. തിരുവനന്തപുരത്ത് വലിയ കാടിനടുക്കെത്തി അവിടെയാണ് വില്വമംഗലത്തിന് ഭഗവാൻ ദർശനം കൊടുത്ത് ആദ്യമായിട്ട് പൂജിച്ചത് വില്വമംഗലം. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആണ് ആ പരമ്പരയിൽപ്പെട്ട എല്ലാവർക്കും അവിടെ പുഷ്പാഞ്ജലി ഉണ്ട്, പത്മനാഭസ്വാമി എന്നും പൂജിക്കണമെന്ന്. ആ വലിയ പരമ്പരയുടെ ഒരു പുണ്യം കൊണ്ടാണ് ദേവിയെ നേരിട്ട് പൂജിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്. ദേവിയുടെ അടുത്തിരുന്ന് നിവേദ്യം സമർപ്പിച്ച് പുഷ്പാഞ്ജലി ചെയ്യാൻ ഒരവസരം കിട്ടിയത്. ചടങ്ങിൽ NSS സംസ്ഥാന പ്രസിഡന്റ് M സംഗീത് കുമാർ, കരയുഗം പാച്ചല്ലൂർ പ്രസിഡന്റ് S കൃഷ്ണൻകുട്ടി നായർ, ക്ഷേത്ര കമ്മിറ്റി കൺവീനർ M ഗോപകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനം, തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം കാണാതെ പോയ പെൺകുട്ടികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഈ പ്രായത്തിൽ +2 പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്കെന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങിയത്. വലിയ ആശങ്കയോടെയാണ് നമ്മൾ അവരെ തിരഞ്ഞു നടന്നത്. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്നാണ് അവരെ കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത്. ശിവദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, ഇവരെ മുംബൈയിൽ ഇങ്ങനെ CCTV ദൃശ്യങ്ങൾ പലതും പുറത്തു വന്നിരുന്നു. പിന്നീട് ഇവരെ ഈ ട്രെയിനിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇവരെപ്പോഴാണ് ഇനി കേരളത്തിലേക്ക് എത്തിക്കുക? ഇവരോട് സംസാരിച്ചതിൽ നിന്ന് എന്തെങ്കിലും വ്യക്തമായോ? വീണ, ഇന്ന് പുലർച്ചെ ഏകദേശം 1:45 ഈ 2 പെൺകുട്ടികളെയും കണ്ടെത്തിയത്. സോനാവാല എന്ന സ്ഥലത്ത് വെച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇവർ മുംബൈയിൽ എത്തിയതായിരുന്നു. മുംബൈയിൽ നിന്നും ആണ് ഇവർ സോനാവാലയിലേക്ക് പോയിരിക്കുന്നത്. സോനാവാലയിൽ വെച്ചാണ് ഇവരെ കണ്ടെത്തിയത്. മുംബൈ പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും അടക്കമുള്ള സംഘങ്ങളുടെ ഒരു കൃത്യമായ അന്വേഷണത്തിന് ഒടുവിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് താനൂർ പോലീസുകാർ ഇവിടേക്ക് പോകുന്നുണ്ട്. 3 സംഘമാണ് പോകുന്നത്. താനൂർ SIയും അതോടൊപ്പം തന്നെ
2 പോലീസുകാരും ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയാണ് ഇവർ പോകുന്നത്. 6 മണിക്കാണ് വിമാനം ഉള്ളത്. അതിനുശേഷം അവർ ഏകദേശം ഒരു 8:30യോടുകൂടി മുംബൈയിൽ എത്തും, ഈ സ്ഥലത്ത് എത്തും. അതിനുശേഷം മുംബൈയിൽ നിന്നും ഇപ്പോൾ നിലവിൽ ഈ 2 കുട്ടികളും ഉള്ളത് പൂനെയിൽ ആണ് ഉള്ളത്. പൂനെയിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപ് ഈ 2 പെൺകുട്ടികളെയും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് പൂനെയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ, റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കും. അതിനുശേഷം ആയിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. ഈ താനൂരിൽ നിന്നും എത്തുന്ന സംഘം ഏകദേശം 8:30യോടുകൂടി മുംബൈയിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വീണ്ടും ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം പൂനെയിൽ എത്താൻ. കാരണം ഇന്നലെ ഇവർ മുംബൈയിൽ ഉണ്ടാകും എന്ന് ധരിച്ചുകൊണ്ടാണ് ഇന്നലെ മുംബൈയിലേക്കുള്ള ടിക്കറ്റ് പോലീസ് സംഘം എടുത്തിരുന്നത്. പിന്നീട് ഈ പെൺകുട്ടികൾ വീണ്ടും മുംബൈയിൽ നിന്നും CST എന്ന സ്ഥലത്തു നിന്നും അവിടെ നിന്നും പിന്നീട് പനവേലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയത്ത് ചെന്നൈ എഗ്മോറിൽ വെച്ച് മുംബൈ ചെന്നൈ എഗ്മോറിൽ വെച്ച് യാത്ര ചെയ്യുന്നതിനിടെയാണ് RPF സംഘം ഇവരെ കണ്ടെത്തുന്നതും പിന്നീട് ഇവരെ റെയിൽവേ പോലീസ് അവരുടെ കസ്റ്റഡിയിൽ വെക്കുന്നതും. ആ സമയത്ത് ഇവർ ഏതൊക്കെ ഭാഗത്തേക്ക് യാത്ര തിരിക്കും എന്നത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. പക്ഷെ പിന്നെ ഇനി അവർ മുംബൈയിൽ എത്തിയതിനു ശേഷം വീണ്ടും പൂനെയിലേക്ക് പോകണം. നിലവിൽ ഈ 2 പെൺകുട്ടികളും സുരക്ഷിതരാണ്, റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അവരെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ വെക്കും. പിന്നീട് താനൂർ പോലീസ് അന്വേഷണ സംഘം അവിടെ എത്തിയതിനു ശേഷം കൈമാറൽ അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ 2 പെൺകുട്ടികളെയും താനൂരിലെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന +1 +2 പഠിക്കുന്ന ഈ 2 പെൺകുട്ടികളെയും കാണാതായത്. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ 2 പെൺകുട്ടികളും സ്കൂളിലേക്ക് എത്തിയത്. പക്ഷേ ഈ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നില്ല. വീട്ടുകാർ തന്നെയാണ് ഈ പെൺകുട്ടികളെ സ്കൂളിൽ എത്തിച്ചത്. ആ സമയത്തൊന്നും തന്നെ ഈ പെൺകുട്ടികളുടെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കോ ഇവരുടെ മറ്റു കൂട്ടുകാർക്കോ ഇത്തരത്തിൽ ഒരു സൂചനയും, ഈ പെൺകുട്ടികൾ നാട് വിടുന്ന തരത്തിലുള്ള ഒരു സൂചനയും ഈ മറ്റു കൂട്ടുകാർക്ക് ആർക്കും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടുകാർ തിരിച്ച് ആ പെൺകുട്ടികളെ സ്കൂളിൽ എത്തിച്ചതിനു ശേഷം തിരിച്ചു പോന്നു. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്കാണ് അതിൽ പരീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പെൺകുട്ടി പരീക്ഷ എഴുതിയിരുന്നില്ല. അതായത് ഫാത്തിമ ഷഹദ എന്ന പെൺകുട്ടിക്ക് ആണ് പരീക്ഷ ഉണ്ടായിരുന്നത്. അശ്വതി, ഫാത്തിമ ഷഹദ എന്നീ 2 പെൺകുട്ടികളെയാണ് കാണാതായിരുന്നത്. അതിൽ ഫാത്തിമയ്ക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പെൺകുട്ടികൾ പരീക്ഷ എഴുതാതെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അവിടെ നിന്നും മലപ്പുറം നിലമ്പൂരിന് സമീപമുള്ള എടവണ്ണ സ്വദേശിയായ ഒരു യുവാവുമായാണ് ഇവർ മുംബൈയിലേക്ക് പോയത്. ഈ പെൺകുട്ടികൾ എന്തിന് മുംബൈയിലേക്ക് പോയി, എന്തെങ്കിലും കൃത്യമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും തന്നെ അക്കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. അത് കൂടുതൽ ഈ പെൺകുട്ടികളെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകൂ. ഈ യുവാവിന് മുംബൈയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. വളരെ വ്യക്തമാണ്. ഈ എന്തായാലും ആ പെൺകുട്ടികളെ കേരള പോലീസ് അവരെ ഏറ്റെടുത്ത ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പെൺകുട്ടികൾ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പോയത് എന്നുള്ളതാണ്. പക്ഷേ ഇവരെ ആരാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷേ ഈ പെൺകുട്ടികൾ അവിടെ മുംബൈയിൽ പലരോടും പറഞ്ഞത് ഇൻസ്റ്റഗ്രാം സുഹൃത്തിൻ്റെ കല്യാണത്തിനെത്തിയതാണ് എന്ന കാര്യങ്ങളാണ്. അവിടെ അവർ ബ്യൂട്ടി പാർലറിലെല്ലാം പോയി മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു എന്ന കാര്യമൊക്കെ. മാത്രമല്ല ഇവർ ഒരാളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന കാര്യമൊക്കെയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു പക്ഷേ പോലീസ് കൂടുതലായി അന്വേഷണം വലിയ ആശ്വാസം അവരെ കണ്ടെത്താൻ കഴിഞ്ഞു, തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ബാക്കിയൊക്കെ അവർ വീട്ടിൽ വന്നതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കാം, അല്ലേ? ഓക്കെ, നമുക്ക് അതേസമയം ചോദിക്കാനും പറയാനും മനസ്സിലാക്കാനും ഒന്നും കഴിയാത്ത കുറേ യുക്തിയില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടല്ലോ. കൂട്ടക്കൊലകൾ. അതെ, ആ കൂട്ടക്കൊലകൾക്കിടയിലും സാധാരണക്കാരെ പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു അഫാൻ എന്ന് പറയുന്ന 23 വയസ്സ് മാത്രമുള്ള യുവാവ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. ഇന്നലെയാണ് അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്താനിരിക്കുകയാണ് സംഭവം. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയിൽ നിന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇപ്പോൾ
വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങിയ അഫാൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് അഫാൻ ഇത്തരത്തിൽ ഒക്കെ പെരുമാറുന്നത്. അഫാൻ്റെ കാര്യമായതുകൊണ്ട് ഇതൊക്കെ സംശയമാണ്. ഇങ്ങനെയൊക്കെ ഇത് സത്യത്തിൽ കുഴഞ്ഞു വീണതാണോ അതോ ഇത് അഭിനയമാണോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ ടിൻഡു ദാസ്? വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അഫാൻ്റെ വാപ്പയുടെ ഉമ്മയായിട്ടുള്ള സൽമാ ബീവിയുടെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇന്ന് രാവിലെ അഫാനെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി വിലങ്ങഴിക്കുന്ന സമയത്ത് ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് അഫാൻ പോലീസുകാരുടെ കയ്യിൽ നിന്നും കുതറി ചാടുന്നത്. ആ സമയത്താണ് അഫാൻ ദേഹാസ്വസ്ഥം മൂലം കുഴഞ്ഞു വീഴുന്നത്. അപ്പോൾ തന്നെ അഫാനെ സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. അല്പസമയം മുമ്പാണ് അഫാനെ ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ചികിത്സകൾക്ക് ശേഷം ഇപ്പോൾ പാങ്ങോട് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അഫാന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, മറ്റു പ്രശ്നങ്ങളുമില്ല, മറ്റു ദേഹാസ്വസ്ഥ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫാനെ തിരിച്ച് പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് ഇന്ന് നടത്തും. അഫാൻ ആദ്യം തൻ്റെ ഉമ്മ ഷെമീനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിലും ആദ്യം മരണം സംഭവിക്കുന്നത് ഉമ്മുമ്മ സൽമാ ബീവിക്കാണ്. അപ്പോൾ ഉമ്മുമ്മ സൽമാ ബീവിയുടെ വീടായിട്ടുള്ള ഈ കല്ലറ പാങ്ങോട് താഴെ പള്ളിക്ക് താഴെ മസ്ജിദിന് സമീപമുള്ള വീട്ടിലാണ് ഇന്നെത്തിച്ച് തെളിവെടുപ്പ് നടക്കുക. അവിടെയാണ് ആദ്യ കൊലപാതകം നടന്നിട്ടുള്ളത്. ഉമ്മുമ്മയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഉമ്മയുടെ മാല കൊണ്ടുപോകുന്നത് ആ സ്ഥലത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ആദ്യ കൊലപാതകം. ആദ്യ തെളിവെടുപ്പ് നടക്കുന്നതും ഈ കല്ലറ പാങ്ങോട് താഴെ പള്ളിയിലെ സൽമാ ബീവിയുടെ വീട്ടിലാണ്. പാങ്ങോട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാങ്ങോട് പോലീസാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിയോട് കൂടി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഔദ്യോഗിക യോഗം ചേർന്നുണ്ട്. അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇനിയുള്ള വിലയിരുത്തലുകൾ, ഇനിയുള്ള മുന്നോട്ട് പോക്കലുകൾ, ഏതൊക്കെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി, തെളിവെടുപ്പിന് ശേഷം അഫാൻ്റെ രീതികൾ, തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ഇവയൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ ഇന്ന് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഏതാണ്ട് 12 മണിയോടെ കൂടിയായി അഫാൻ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുക. ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടത് ഈ സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും ചുറ്റിക വാങ്ങിയിടത്തും പിന്നീട് ഈ സ്വർണം പണയം വെച്ചിടത്തും ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആദ്യം പോകുന്നത് ഈ സൽമാ ബീവിയുടെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ ഇന്ന് തെളിവെടുപ്പ് അവിടെ മാത്രമേ, അല്ലെങ്കിൽ സൽമാ ബീവിയുടെ വീട്ടിൽ മാത്രമേ തെളിവെടുപ്പ് കാണിക്കുള്ളൂ. കാരണം നമുക്കറിയാം നാടിന് നടുക്കിയ ഒരു ക്രൂര കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മാനസികതയിൽ ആളുകൾ എങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്തുന്നു, ആളുകൾ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു എന്ന കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു സൽമാ ബീവിയുടെ വീട്ടിൽ മാത്രമായിരിക്കും തെളിവെടുപ്പ് നടക്കുക. അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കൊലപാതകങ്ങളുടെ കേസുണ്ട്. ചുള്ളാളത്ത് 2, അതോടൊപ്പം തന്നെ ഈ SL പുരത്ത് 2, അങ്ങനെ 4 കൊലപാതകങ്ങൾ. ഈ 4 കൊലപാതകങ്ങളുടെ കസ്റ്റഡി അപേക്ഷ നൽകണം. അതിനുശേഷം അതിന് തെളിവെടുപ്പ്. എന്തായാലും ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് ഈ കല്ലറ പാങ്ങോട് താഴെ പള്ളിയിലുള്ള അഫാൻ്റെ ഉമ്മുമ്മയുടെ വീടായിട്ടുള്ള സൽമാ ബീവിയുടെ വീട്ടിലാണ്. ആദ്യമായിട്ട് നടക്കുന്ന കൊല അതാണ്. ആദ്യത്തെ കൊലപാതക ശ്രമം ഉമ്മ ഷെമിയാണെങ്കിൽ ആദ്യമായിട്ട് നടക്കുന്ന കൊലപാതകം സൽമാ ബീവിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് പാങ്ങോട് പോലീസാണ്. ഇന്ന് രാവിലെ അഫാനെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അഫാൻ കുഴഞ്ഞു വീഴുന്നത്. ആ സമയത്ത് തന്നെ അഫാനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അല്പം മുമ്പാണ് അഫാനെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. വിനോദ്. അതെ, അഫാനെ തെളിവെടുപ്പിനായി ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് അഫാൻ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ കുഴിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. അത് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും നമുക്കതിലേക്ക് തിരിച്ചു വരാം. പുതിയ കുപ്പിയിൽ അതെ, വീണ്ടും അതായത് ഇവരൊക്കെ നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്ന പോലെ നേതാക്കന്മാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രവർത്തകരും അണികളും ഒക്കെ പുറത്തുള്ളത് കൊണ്ട് വീണ്ടും പുതിയ പേരിൽ പുതിയ സംഘടനകൾ വരാമെന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം കണ്ടെത്തുന്നു. കഴിഞ്ഞ ദിവസം ED MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് സാമ്പത്തിക ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഈ പോപ്പുലർ ഫ്രണ്ട് STPI ബന്ധത്തിൽ ചില നിർണായക തെളിവുകൾ ലഭിക്കുന്നത്. അപ്പോൾ EDയുടെ കയ്യിൽ നിന്ന് NIAയിലേക്ക് കൂടി ഈ അന്വേഷണം പോകേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം PFIയുടെ രാഷ്ട്രീയ മുഖമാണ് STPI എന്ന് ED റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു.
PFI ഭീകരർ നിരോധനത്തിന് പിന്നാലെ SDPI നുഴഞ്ഞു കയറുകയായിരുന്നു എന്നാണ് വിവരം. ജിജീഷ് കരുണാകരൻ ചേർന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഈ EDയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കും തോന്നിയിരുന്ന സംശയമാണ്, സാമ്പത്തിക ക്രമക്കേടുകൾക്കപ്പുറം അത് വിദേശ ഫണ്ട് സ്വീകരിച്ചതടക്കം ആയിക്കോട്ടെ, ചില സോഴ്സുകൾ പോലും അറിഞ്ഞൂടാത്ത പണം കൈപ്പറ്റി എന്നതിലുമായിക്കോട്ടെ, ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്കും അപ്പുറം SDPI എന്ന സംഘടന വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണോ എന്ന തരത്തിലായിരുന്നു വാർത്താക്കുറിപ്പിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ NIA കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണത്? വീണ, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം NIA ദേശീയ അന്വേഷണ ഏജൻസി ആയിരുന്നു ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ SDPIയുടെയും ഒപ്പം തന്നെ അതിൻ്റെ പോപ്പുലർ ഫ്രണ്ടിനെയും അതിനെ നിയന്ത്രിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അത് തമ്മിൽ ഉള്ള ബന്ധം വ്യക്തമാക്കുന്ന നിരവധി പ്രാഥമികമായ വിവരങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ടും രാജ്യവിരുദ്ധ കേസുമായി ബന്ധപ്പെട്ടുമായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഉണ്ടായത്. 2023 മാർച്ചിൽ 55ഓളം പേരെ പ്രതി ചേർത്തുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി അക്കാര്യത്തിൽ കുറ്റപത്രം ആദ്യഘട്ടത്തിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിശദമായി തന്നെ SDPI കേന്ദ്രീകരിച്ചു കൂടിയുള്ള അന്വേഷണത്തിലേക്ക് അവർ നീങ്ങിയത്. ആ അന്വേഷണത്തിൽ PFI നിരോധിത ഭീകര സംഘടനയിൽ അംഗമായിരുന്ന ആളുകൾ അതേപടി, അല്ലെങ്കിൽ അതിലെ മുഴുവൻ ആളുകളും SDPIയിലേക്കായിരുന്നു ചേക്കേറിയത്. അവിടെ SDPIയിലാണ് അവർക്കിപ്പോഴും സംരക്ഷണം ലഭിക്കുന്നത്. 2 സംഘടനകളും, അതായത് PFI നിരോധിത ഭീകര ഗ്രൂപ്പായ PFI ആണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ രൂപമായി നിരോധിക്കപ്പെടാതെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന SDPI ആണെങ്കിലും തന്നെ ഒരേ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യവിരുദ്ധതയാണ് അതിൻ്റെ എല്ലാം മുഖമുദ്ര എന്ന് മാത്രമല്ല, ഈ PFI നിരോധിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അംഗങ്ങൾ ഈ SDPIയിലേക്ക് മാറുന്നു. പിന്നീട് അവരുടെ പ്രവർത്തനം SDPIയിലൂടെ എങ്ങനെയായിരുന്നോ നേരത്തെ PFIയിൽ പ്രവർത്തിച്ചിരുന്നത് അതിന് സമാനമായ രീതിയിൽ SDPIയിൽ അംഗത്വം എടുത്തുകൊണ്ട് SDPIയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങൾ അടക്കം നിരവധി തവണ ഇതിൻ്റെ റിപ്പോർട്ടുകൾ കൈമാറിയിരുന്നു. PFI സംഘങ്ങൾ, PFI ഭീകരവാദികൾ SDPIയുടെ ഭാഗമായി മാറിയിരിക്കുന്നു, SDPI PFIയുടെ മറ്റൊരു മുഖമാണ്, ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ച് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് വിവിധ അന്വേഷണ ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തുന്നതും അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത ലഭിക്കുന്നത്. മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും ഇലക്ഷൻ സമയത്ത് SDPIയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലടക്കം ഈ നിരോധനത്തിന് ശേഷവും PFIയുടെ കൃത്യമായി തന്നെയുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അവരുടെ സാമ്പത്തിക സഹായങ്ങളുണ്ടായിരുന്നു. 4 കോടിയോളം രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം അവർക്ക് പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ SDPIക്ക് PFI സംഘങ്ങൾ നൽകുകയുമെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് MK ഫൈസിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. കാരണം ഈ ഒരു നിരോധന സമയത്ത്, PFIയുടെ നിരോധന സമയത്ത് ഫൈസി തന്നെയായിരുന്നു 2018 മുതൽ ഈ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ തുടരുന്ന ആളാണ്. മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അറിയാം എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലെല്ലാം തന്നെ PFIയുടെ നിരോധനത്തിന് ശേഷം നിരവധി രഹസ്യ യോഗങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചേർന്നിരുന്നത്. എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ രാജ്യവിരുദ്ധ ആശയങ്ങൾ തുടർന്നും പ്രാവർത്തികമാക്കാൻ കഴിയും, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് തന്നെയായിരുന്നു ഈ രഹസ്യ യോഗങ്ങളിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. PFIയുടെ കേഡറുകൾ എന്നറിയപ്പെടുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ, ആയുധ പരിശീലനം അടക്കം നേടിയിട്ടുള്ള PFI ഗ്രൂപ്പുകൾ അവരുടെ പരിശോധനയിൽ അല്ലെങ്കിൽ അവരുടെ രഹസ്യ യോഗങ്ങളിൽ പ്രധാനമായും ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് തുടർന്ന് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള യോഗങ്ങളിൽ SDPIയെ പ്രതിനിധീകരിച്ചടക്കം ആളുകൾ പങ്കെടുത്തു എന്നതിൻ്റെ വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ 2 സംഘടനകളും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് ഒരേ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റുന്നു. രണ്ടിൻ്റെയും ഒരേ രൂപമാണ്, ഒരേ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് വ്യക്തമായി. മാത്രമല്ല, റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത രേഖകളിൽ മാത്രമല്ല, ഇതിനു മുമ്പ് PFI ഓഫീസുകളിൽ വ്യാപകമായി ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള റെയ്ഡ്. അത് ആലുവയിലടക്കം, എറണാകുളം ജില്ലയിൽ ആലുവയിൽ, കുഞ്ഞിക്കരയിലടക്കം ഇത്തരത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. കോഴിക്കോട് PFIയുടെ ആസ്ഥാനത്ത് പരിശോധനകൾ നടന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘത്തിന് നേരത്തെ NIAക്ക് ലഭിച്ചിരുന്നു. ആ തെളിവുകളിലും SDPIയുടെയും PFIയുടെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും എങ്ങനെയാണ് PFI SDPIയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്, യോഗങ്ങളിലേക്ക്, PFIയുടെ യോഗങ്ങളിലേക്ക് SDPIയുടെ ആളുകൾ പ്രതിനിധികളായി എത്തിയത്,
മറിച്ച് SDPIയുടെ യോഗങ്ങളിൽ PFIയുടെ പ്രതിനിധികൾ എങ്ങനെ എത്തി എന്നതെല്ലാം സംബന്ധിച്ച് ഇതിനുശേഷവും SDPI നേതാക്കളുടെ വിവാദമായ നിരവധി പരാമർശങ്ങളും പ്രസംഗങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു PFIയെ പിന്തുണച്ചുകൊണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് രണ്ട് സംഘടനകളും ഒരുപോലെ പ്രവർത്തിക്കുന്നു, ഒരേ ഭീകരവാദ ആശയങ്ങളുടെ പ്രചാരകരായി മാറുന്നു എന്നത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് തന്നെയാണ് നിർണായക വിവരങ്ങൾ NIA ശേഖരിച്ചിരിക്കുന്നതും കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നതും. അതെ, SDPIയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ നിരീക്ഷിക്കുന്നു. അതിന് ദേശീയ അധ്യക്ഷൻ അറസ്റ്റിലായതോടുകൂടിയാണ് ഇത്തരം അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അതേസമയം EDയുടെ റെയ്ഡ് ഇന്നലെ കേരളത്തിലടക്കം 12 ഇടങ്ങളിലാണ് ED റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് അതായത് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് കണ്ടെത്തിയതോടെയാണ് SDPIക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SDPI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡ് ഡിജിറ്റൽ ഉപകരണങ്ങൾ വരെ പിടിച്ചെടുത്തതാണ്. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട്. ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടെയാണ് SDPI പ്രവർത്തിച്ചതെന്ന് ED റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ SDPI കേന്ദ്രങ്ങളിൽ ED നടത്തിയ റെയ്ഡ് അർദ്ധരാത്രി വരെ തുടർന്നു. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിനീഷും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും വിവരങ്ങൾ നൽകും. ജിഷ്ണുവിലേക്ക് പോകാം. കാരണം വിനീഷിൽ നിന്ന് ജിഷ്ണുവിലേക്ക് എത്താം. വിനീഷ്, ഇന്നലെ അർദ്ധരാത്രി വൈകിയും ഈ സംസ്ഥാന ഓഫീസിൽ റെയ്ഡ് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തും നടന്നിരുന്നുവെങ്കിലും അത് നേരത്തെ തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഇത്രയധികം സമയം ഈ റെയ്ഡ് നടക്കാനിടയായ സാഹചര്യം എന്താണ്? അവിടെ ഈ SDPIയുടെ നേതാക്കൾ വന്നിരുന്നോ? ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ മൊഴിയെടുക്കലുകളോ മറ്റോ ഉണ്ടായോ? എന്തെങ്കിലും പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയ വിവരങ്ങൾ എന്താണ്? SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് തിരുവനന്തപുരം പാളയത്തുള്ളത്. ഈ പാളയത്തിലെ ഓഫീസാണ് രാവിലെയോടുകൂടി ED ഉദ്യോഗസ്ഥർ എത്തുന്നതും ഒരു 11:30 മണിയോടുകൂടി തന്നെ ഇവർ റെയ്ഡ് ആരംഭിക്കുന്നതും. പ്രതീക്ഷിക്കാത്ത ഒരു റെയ്ഡായിരുന്നു EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമോ സംസ്ഥാന പോലീസോ അറിയാതെയുള്ള ഒരു പെട്ടെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു റെയ്ഡായിരുന്നു EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രേഖകൾ, ലഘുലേഖകൾ അടക്കമുള്ളവ ED ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ SDPIയുടെ സാമ്പത്തിക സ്രോതസ്സിന് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ EDക്ക് നേരത്തെ തന്നെ ദേശീയ തലത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ SDPIയുടെ അന്തർദേശീയ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്നാണ് SDPIയിലേക്ക് ലഭിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ EDയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ രേഖകളും പരിശോധിച്ചു, ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ചു. ഇതിൽ നിന്നൊക്കെ നിർണായകമായ തെളിവുകൾ EDക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം PFI ഉൾപ്പെടെയുള്ളവരുമായുള്ള പഴയ കേന്ദ്ര സർക്കാർ നിരോധിച്ച PFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ആ സംഘടനകളുമായി അല്ലെങ്കിൽ ആ സംഘടനകളുടെ പ്രതിനിധികളുമായി ഇപ്പോഴും ബന്ധം ഈ SDPI നേതാക്കളും SDPI പ്രവർത്തകരും ബന്ധം വച്ചു പുലർത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള സംശയവും ഇപ്പോൾ EDക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ED എത്തി പരിശോധന തുടങ്ങിയ സമയം മുതൽ തന്നെ SDPIയുടെ നിരവധി നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് EDക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം SDPI നേതാക്കൾ ഉന്നയിക്കുന്ന ഘട്ടവുമുണ്ടായി. എന്തായിരുന്നാലും അർദ്ധരാത്രി ആയിട്ട് പോലും EDയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ED SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തുമ്പോൾ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി മാത്രമായിരുന്നു ഓഫീസിലുണ്ടായിരുന്നത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡാണ് എന്ന വിവരം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി അറിയിക്കുമ്പോൾ അദ്ദേഹം ചെറിയ തോതിൽ എതിർത്തെങ്കിലും പിന്നീട് ED നിലവിൽ സുരക്ഷാ സേനയുമായാണ് ED എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ SDPI നേതാക്കൾക്ക് മനസ്സിലായി. ായതിനെ തുടർന്നാണ് പിന്നീട് പരിശോധനയ്ക്ക് വഴങ്ങാനായി SDPI നേതാക്കളും തയ്യാറായത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള പരിശോധന SDPIയുടെ പാളയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തിയത്. ഈ പരിശോധനയിലാണ് ഡിജിറ്റൽ രേഖകളും മറ്റു തെളിവുകളും ലഘുലേഖകൾ അടക്കമുള്ളവ ED പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണത്തിലേക്ക് ED വരും ദിവസങ്ങളിലേക്ക് കടക്കും. SDPIയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, വിദേശത്ത് നിന്ന് SDPIക്ക് ലഭിക്കുന്ന പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ തന്നെയാണ് ഈ ഡിജിറ്റൽ രേഖകളുടെ തെളിവുകൾക്കായി ഇപ്പോൾ SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീണ.
അതെ വിനീഷ്, അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഈ SDPIക്കെതിരെയുള്ള റെയ്ഡ് അടക്കമുള്ള നടപടികൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത് ഇന്നലെയും തുടർന്നു. കേരളത്തിൽ മാത്രമല്ല, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഈ SDPIയുടെ പ്രവർത്തനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇന്നലെ റെയ്ഡ് നടന്നു. കൂടുതൽ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ? വിനോദ, വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. SDPIക്കെതിരെ നടത്തിയിട്ടുള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മാത്രം നടന്ന 12 ഇടങ്ങളിൽ നടന്നിട്ടുള്ള റെയ്ഡ്, അതിനു മുൻപേ നടത്തിയിട്ടുള്ള പരിശോധനകൾ IBയും ഒപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളും ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ SDPIക്കെതിരെ ഒരു കടുത്ത നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന എത്രത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയോ അതിലെല്ലാം SDPIയും ഭാഗമായിരുന്നു. SDPIയും ആ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഏജൻസികളും എല്ലാം തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയും പുറത്ത് പൊതുജനങ്ങൾക്കിടയിൽ മാത്രം ഒരു സാമൂഹിക സംഘടനയുടെ മുഖം വെച്ചുകൊണ്ടായിരുന്നു SDPIയുടെ പ്രവർത്തനം എന്ന വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഒപ്പം ഇന്നലെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ 12 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കേരളത്തിൽ 2 ഇടത്തും, ഒപ്പം ചെന്നൈയിലും ബാംഗ്ലൂരുവിലും ലക്നൗ, ജയ്പൂർ, ഡൽഹി തുടങ്ങി SDPIയുമായി ബന്ധപ്പെട്ട അവരുടെ ഓഫീസുകളിലും കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തെല്ലാം വിവരങ്ങളാണ് ഈ ഇന്നലെ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തത് എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഇതുവരെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഡിജിറ്റൽ ഉപകരണങ്ങളും പണമിടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. PFIക്ക് ലഭിച്ചിട്ടുള്ള ഭീകരവാദ ഫണ്ടിങ് അതിൻ്റെ വലിയൊരു ശതമാനം SDPIക്ക് ലഭിച്ചു. അതിന് ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം SDPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും പോഷക സംഘടനകൾക്കെതിരെയും കൃത്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള വിവരശേഖരണം കൂടി അന്വേഷണ ഏജൻസികൾ നടത്തിയിട്ടുണ്ട്. കാരണം PFIക്ക് വേണ്ടി വിദേശത്ത് നിന്ന് ഉൾപ്പെടെ എത്തിയിട്ടുള്ള ഭീകരവാദവുമായി ബന്ധപ്പെട്ട അനധികൃത പണം അത് SDPIയിലേക്കും ഒപ്പം മറ്റ് ചില സ്ഥാപനങ്ങളിലേക്കും സംഘടനകളിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളത് ബാങ്ക് രേഖകളുടെ അടിസ്ഥാനത്തിൽ, പണമിടപാട് രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് SDPI പുറമെ ഈ ഫണ്ട് ലഭിച്ചത് ആർക്കൊക്കെയാണ്, ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ്, അവർ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള വിശദമായ അന്വേഷണം നേരത്തെ ഓപ്പറേഷൻ ഒക്ടോപസും PFIയുടെ നിരോധനത്തോടെയും ഈ ഭീകരവാദ ശക്തികൾക്കെതിരെയുള്ള അന്വേഷണവും തുടർ നടപടികളും കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും അത് അതിശക്തമായി മുൻപോട്ട് പോവുകയാണ് എന്നുള്ളതുമാണ് നിലവിലെ നടപടികൾ വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ പരിശോധനയും കൂടുതൽ അറസ്റ്റ് നടപടികളും ഒപ്പം SDPIക്കെതിരെയുള്ള കടുത്ത നടപടികളും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ വളരെ കൃത്യമായി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ പ്രവർത്തിച്ചു, ഭീകരവാദ പ്രവർത്തനം നടത്തി എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിത ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്. ആ പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി? കാരണം SDPIയുടെ യോഗങ്ങളിൽ PFIയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. SDPIയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ച അനധികൃത സാമ്പത്തികമായിരുന്നു SDPIയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അത്തരത്തിൽ PFI ആണ് SDPIയെ നിരോധിച്ചത്. PFIയുടെ നിരോധനത്തിന് ശേഷം വളരെ കൃത്യമായി ഭീകരവാദ ശക്തികൾ SDPIയിലും അതിൻ്റെ പോഷക സംഘടനകളിലും പിടിമുറുക്കിയിട്ടുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണവും നിഗമനവും കണ്ടെത്തലുമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ മുൻപോട്ട് പോകുമ്പോൾ എത്രത്തോളം അറസ്റ്റ് നടപടികൾ ഉണ്ടാകും? നേരത്തെ നമുക്കറിയാം ഓപ്പറേഷൻ ഒക്ടോപസ് നടത്തിക്കൊണ്ട് PFI ഭീകരവാദികളെ പിടികൂടിയപ്പോൾ അതിൽ ഭൂരിപക്ഷവും കേരളത്തിൽ നിന്നായിരുന്നു, മലയാളികളായിരുന്നു. ഒപ്പം ഈ ഭീകര സംഘടനയ്ക്ക് വേണ്ടി വിദേശത്ത് നിന്ന് സാമ്പത്തികം എത്തിച്ചതും മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ മലയാളികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകളുടെ ഉടമസ്ഥർ പലരും ഇപ്പോൾ വിദേശത്ത് തന്നെ തുടരുകയാണ്. കാരണം അവർ ഏത് വിമാനത്താവളത്തിൽ, ഏത് സ്ഥലത്ത് ഭാരതത്തിൽ വന്നിറങ്ങിയാലും അന്വേഷണ ഏജൻസികളുടെ പിടിയിൽപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം മറ്റൊരു നിർണായകമായ കാര്യം, മുഹമ്മദ് കുട്ടി ഫൈസിയെ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളാണ് PFIക്കും SDPIക്കും ഇടയിൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത്. അതുകൊണ്ട്
ഈ മുഹമ്മദ് കുട്ടി ഫൈസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പരിശോധനയും അറസ്റ്റ് നടപടികളും ഉണ്ടാകും. ഒപ്പം തീർച്ചയായും നടപടികൾ കൂടുതൽ കടുത്തത് തന്നെയാകും എന്നുള്ള കാര്യത്തിൽ തർക്കം. നിരോധനം വരെ ആയേക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അത്രയധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റെയ്ഡിന് മുമ്പേ തന്നെ ED മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ കൂടുതൽ PFIയുടെ അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് SDPI നടത്തുന്നത്. പേരിൽ മാത്രമാണ് വ്യത്യാസം. അത് കൃത്യമായ അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനും തിരുവനന്തപുരത്തു നിന്നും വിനീഷും. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ വാർത്തയിലേക്ക് പോകാം. വല്ലാത്ത രീതിയിലൊരു ആത്മവിമർശനം അവിടെ ഉയരുന്നുണ്ട്. ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ ആത്മവിമർശനം ഉയരുമ്പോൾ തന്നെ അത് വലിയ ഒരു ആഞ്ഞടിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരെ വോട്ട് ചോർച്ച BJPയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആശങ്ക CPMമാർക്കിടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് ചില കാര്യങ്ങൾ വരുന്നത് ഈ പ്രവർത്തകരെല്ലാം അഹങ്കാരവും അഹംഭാവവും വെടിയണം എന്ന തരത്തിലൊക്കെയാണ്. അതെങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ബംഗാൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. BJPയുടെ വളർച്ചയിൽ ജാഗ്രത വേണമെന്നും CPMൻ്റെ സംഘടനാ റിപ്പോർട്ട് പറയുന്നു. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോർന്നിട്ടുണ്ട്. തുടർഭരണം സംഘടനാ ദൗർബല്യം ഉണ്ടാക്കി. പ്രവർത്തകർ അഹങ്കാരവും അഹംഭാവവും വെടിഞ്ഞ് ജനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ചില കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് CPM അതിൻ്റെ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രവർത്തകർ മാത്രം ഈ അഹങ്കാരവും അഹംഭാവവും ഒക്കെ വെടിഞ്ഞാൽ മതിയോ എന്ന ചോദ്യം കൂടി തിരിച്ച് പ്രവർത്തകർ അങ്ങോട്ട് ഉയർത്താനുള്ള സാധ്യത കൂടി ഉണ്ട് ഇത് ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴേക്കും. വിവരങ്ങൾ എന്താണ് പ്രശാന്ത്? വീണ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആത്മവിമർശനം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്നുണ്ട്. അതായത് തുടർഭരണം ബംഗാളിൽ എങ്ങനെയാണോ ഭരണം നഷ്ടപ്പെട്ടത്, CPMന് പോലും ഇടം കിട്ടാതെ, പാർട്ടിക്ക് പോലും ഇടം കിട്ടാതെ പോയ സാഹചര്യം എങ്ങനെയാണോ തുടർഭരണം ബംഗാളിൽ സൃഷ്ടിച്ചത്, സമാനമായ സാഹചര്യം സംസ്ഥാനത്തും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘടനാ റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കി തീർത്ത വീഴ്ച കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന് സംഘടനാ റിപ്പോർട്ട് പറയുന്നു. പാർട്ടിയാണ് അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാകരുത് എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിനീതദാസന്മാരാകണം പാർട്ടി പ്രവർത്തകരെന്നും റിപ്പോർട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ തുടർഭരണം സംഘടനാ ദൗർബല്യം ഉണ്ടാക്കിയെന്ന ഒരു കണ്ടെത്തലുമുണ്ട്. അതായത് തുടർഭരണം വന്നതിന് ശേഷം പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഭരണം വന്നതിന് ശേഷം സംഘടനയ്ക്ക് ദൗർബല്യം ഉണ്ടാക്കിയെന്നൊരു കണ്ടെത്തലും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തുടർഭരണം ജനങ്ങളെ ആകർഷിക്കപ്പോൾ സംഘടനകൾ, അതായത് തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചു എന്ന് പറയുമ്പോൾ പോലും സംഘടനകളിൽ നിന്ന്, അതായത് CPMൽ നിന്ന് ജനങ്ങൾ അകന്നുപോയി എന്നും ഈ കണ്ടെത്തൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നു വോട്ട് കണക്ക് പോലും തെറ്റുന്ന ഒരു സാഹചര്യം CPMനുണ്ടായി. പല സ്ഥലങ്ങളിലെ പോലും വോട്ട് കൃത്യമായി നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു കൂട്ടം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. MV ഗോവിന്ദനാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കറിയാം, പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഭരണം വന്നതിന് ശേഷം ഉണ്ടായ അവസ്ഥകൾ അത് നമുക്ക് അറിയാവുന്നതാണ്. പല സ്ഥലങ്ങളിലും ഈ പാർട്ടിയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ പിണറായി മാത്രമായി ഒരു കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്തുതിപാഠകർ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ധൂർത്തും അഴിമതിയും എല്ലാം കുമിഞ്ഞുകൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അഴിമതിയും ദുർഭരണവുമെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാകുന്ന സാഹചര്യമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ധൂർത്ത് അത് വലിയ രീതിയിൽ വലിയ തരത്തിലുള്ള ദൂരത്തുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ട് തന്നെ പറയുന്നത്. മാത്രമല്ല BJPയെ പറ്റിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പറ്റിയും പറയുന്നുമുണ്ട്. കാരണം സംസ്ഥാനത്ത് BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിലെയും ജാഗ്രതയോടെ കാണണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം പല മേഖലകളിലും ഇത്തരത്തിൽ ഈ സ്വാധീനം BJPക്ക് സ്വാധീനം വർദ്ധിക്കുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകളാണ് ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ മേൽ ഇന്ന് പൊതുചർച്ചയും നടക്കും. ഏതായാലും CPMൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച
റിപ്പോർട്ടിന് മേലാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നയരേഖ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ നയരേഖയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ വികസനങ്ങളെക്കുറിച്ചായിരുന്നു. സർക്കാരിൻ്റെ ഉണ്ടാകാൻ പോകുന്ന വികസന നയങ്ങളെ കുറിച്ചെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സംഘടനാ ദൗർബല്യം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ടാണ് ഈ ഗുരുതരമായ കണ്ടെത്തലുകളാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ തന്നെയാണ് സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. അതായത് സർക്കാരിൻ്റെ സംവിധാനം കാര്യക്ഷമമല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം രീതി തുടർന്നാൽ, അതായത് ജനങ്ങളിൽ നിന്നും അകലുന്ന രീതി അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബംഗാളിലേക്കുള്ള സ്ഥിതി, അല്ലെങ്കിൽ ബംഗാളിൽ പാർട്ടിക്കും സർക്കാരിനും സംഭവിച്ച സ്ഥിതി അതിലേക്ക് കേരളത്തിലും എത്താൻ അധികം വിദൂരമല്ല എന്നൊരു കാര്യം കൂടി സംഘടനാ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന് മേൽ ഇന്നൊരു പൊതുചർച്ച ഉണ്ടാകും. ഈ 10 മണിയോടുകൂടി ഈ റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയും അതായിരിക്കും പ്രധാനമായിട്ടൊന്ന് ഉണ്ടാകുക സമ്മേളനവേദിയാണ് CPM ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ പ്രശാന്ത്, മറ്റൊരു കാര്യം, ഈ കൊല്ലത്ത് ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഈ കൊടിയും ഫ്ലെക്സും ഒക്കെ സ്ഥാപിച്ചതിന് പിന്നിലെ CPM-ന് പിഴയിടുകയാണ്. നഗരസഭയാണ് പിഴയിട്ടത്. CPM സംസ്ഥാന സമ്മേളനത്തിനായി 20 ഫ്ലെക്സ് ബോർഡുകളും 2500 കൊടിയും കെട്ടിയതിനാണ് പിഴ. 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നോട്ടീസ്. പ്രശാന്ത, ഈ കൊല്ലത്ത് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അടുത്ത സമയത്താണ് CPM-ന്റെ മേയർ രാജിവെച്ച് CPI-യുടെ മേയർ അവിടെ ചുമതലയേറ്റത്. ശരിക്കും ഇത് നിയമപരമായിട്ട് വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് നോട്ടീസ് കൊടുത്തതാണോ അതോ CPI ഒരു പണി കൊടുത്തതാണോ പ്രശാന്ത്? വിനോദ്, ഇതിനു മുമ്പൊരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ആശാവർക്കർമാരുടെ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. ആ സമരം നടക്കുമ്പോൾ മഴ പെയ്തപ്പോൾ നനയാതിരിക്കുവാൻ ഒരു ടാർപോളിൻ ഷീറ്റ് പിടിച്ച് അവർ അവിടെ ഉണ്ടായിരുന്നൊരു കമ്പിയിൽ കെട്ടിവെച്ചു. ആ ടാർപോളിൻ ഷീറ്റ് രാത്രി തന്നെ പോലീസ് വന്ന് അഴിപ്പിക്കുകയും ഒരു രാത്രി മുഴുവൻ മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ആ സംഭവം ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ആ ഒരു ടാർപോളിൻ ഷീറ്റ് പോലും കെട്ടാൻ സമ്മതിക്കാത്ത പോലീസ് കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലം നഗരം മുഴുവനും ഫ്ലക്സ് കൊണ്ട് അലങ്കരിക്കുകയും അതോടെ തന്നെ കൊടിതോരണങ്ങൾ കെട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും കണ്ണടച്ച് നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. തുടർന്നാണ് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നത്. അങ്ങനെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഗത്യന്തരമില്ലാതെ നടപടി സ്വീകരിക്കുന്നതിലേക്ക് എത്തിയത്. CPI-യുടെ കൗൺസിലാണ് വന്നതെങ്കിൽ പോലും ഇപ്പോൾ ഗത്യന്തരമില്ലാതെ നടപടി സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു, അല്ലെങ്കിൽ അത് പിന്നീട് ഒരു വലിയ കേസ് എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പിഴ അടയ്ക്കണമെന്ന ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പിഴ അടയ്ക്കണം, 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്ന് പറയുമ്പോഴും ഇത്തരം പിഴ അടയ്ക്കണമെന്ന് പറയുമ്പോഴും ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡുകളൊന്നും അല്ലെങ്കിൽ കൊടിതോരണങ്ങളൊന്നും നീക്കം ചെയ്യുവാൻ ഇതുവരെ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷവും ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡിൽ ഈ കൊടിതോരണങ്ങൾ കെട്ടിയും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചും നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇത് എടുത്തു മാറ്റാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. എന്നാൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. വിനോദ്, അതെ, അത് വ്യക്തമാണ്. തിരുവനന്തപുരത്തെ സമരത്തോടും അല്ലെങ്കിൽ കൊല്ലത്തും പാർട്ടി കൈക്കൊള്ളുന്ന ഓരോ സമീപനമാണ് മനസ്സിലാക്കേണ്ടത്. നിയമലംഘനം ഇവിടെ നടത്തിയാൽ, അല്ലെങ്കിൽ ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ അവിടെ വന്ന് വലിച്ചു കെട്ടിയപ്പോൾ, ചെറിയൊരു കയർ കൊണ്ട് വലിച്ചു കെട്ടിയപ്പോൾ അത് ആ മഴയത്ത് തന്നെ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് കൊല്ലത്ത് സ്വന്തം പാർട്ടി സമ്മേളനത്തിന് വേണ്ടി വഴിനീളെ കൊടിതോരണങ്ങൾ, നടപ്പാതകൾ പോലും കെട്ടിയടച്ചുള്ള വഴിതോരണങ്ങൾ, അതിനെതിരെ നഗരസഭ എന്തായാലും നോട്ടീസൊക്കെ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ കോടതി പിടികൂടും. അതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പ്രധാന വാർത്തകൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ബംഗാൾ ഓർമ്മിപ്പിച്ച് BJPയെ ഭയന്ന് CPM സംഘടനാ റിപ്പോർട്ട്. ബംഗാളിലെ വീഴ്ച ആവർത്തിക്കരുത്. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോരുന്നു. സഹകരണ മേഖലയുടെ തകർച്ചയ്ക്ക് സഖാക്കൾ തന്നെ കാരണമാകുന്നുവെന്നും തുറന്നു സമ്മതിച്ച് CPM. കൊല്ലം നഗരത്തിൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഫ്ലെക്സുകൾ സ്ഥാപിച്ച CPM-ന് പിഴയിട്ട് കോർപ്പറേഷൻ. 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ്. നടപടി 20 ഫ്ലെക്സ് ബോർഡുകളും 2500 കൊടിയും കെട്ടിയതിന്.
തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. സംഭവം കേസിൽ തെളിവെടുപ്പ് നടക്കാനിരിക്കെ ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷമിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ പോലീസ്. പത്തനംതിട്ട ഓമല്ലൂരിൽ ക്ഷേത്രോത്സവം തടസ്സപ്പെടുത്താൻ CPM നീക്കം. ക്ഷേത്രകാര്യങ്ങളിൽ പാർട്ടി നേരിട്ട് ഇടപെടുന്നു. ക്ഷേത്ര നടത്തിപ്പിനെതിരായി CPM പ്രവർത്തിക്കുന്നുവെന്നും ആരോപണം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും പരിസരവും ലഹരി മാഫിയ താവളമാക്കുന്നതിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ. അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കും നിർദ്ദേശം. ജനം ഇമ്പാക്ട്. താനൂരിൽ നിന്നും കാണാതായ 2 പെൺകുട്ടികൾ മുംബൈയിൽ. +2 വിദ്യാർത്ഥിനികളെ കണ്ടെത്തിയത് മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്ന്. കേരള പോലീസ് കുട്ടികളെ ഉടൻ നാട്ടിലെത്തിക്കും. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഇഷ്ടക്കാർക്ക് സംരക്ഷണം തുടർന്ന പിണറായി സർക്കാർ. പണം തിരിച്ചടച്ച 3 റവന്യൂ ജീവനക്കാരെയും സർവീസിൽ തിരിച്ചെടുത്തു. സർക്കാരിന്റെ മൃദു സമീപനം പെൻഷൻ തട്ടിപ്പ് ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നിരിക്കെ. രാജ്യത്ത് നക്സലിസം അവസാന ഘട്ടത്തിലെന്ന് പ്രധാനമന്ത്രി. അർബൻ നക്സലിസത്തിനെതിരെ ജാഗ്രത വേണം. അർബൻ നക്സലുകളെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് എന്നും വിമർശനം. അപ്പോൾ നമുക്ക് പ്രധാനമന്ത്രി പറഞ്ഞ ആ വാർത്തയിലേക്ക് തന്നെ പോകാം. നക്സലിസത്തെ പറ്റിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പുതിയ കാര്യം പറഞ്ഞിട്ടുള്ളത്. രാജ്യത്ത് നക്സലിസം അവസാന ഘട്ടത്തിലേക്കെന്ന് പ്രധാനമന്ത്രി. നേരത്തെ 100-ലേറെ ജില്ലകൾ നക്സൽ ബാധിത പ്രദേശങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ ഗണ്യമായ കുറവ് വന്നു. കാടുകളിൽ നിന്നും നക്സലിസത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചെങ്കിലും നഗരമേഖലകളിൽ നക്സലിസം പിടിമുറുക്കി തുടങ്ങിയതായി പ്രധാനമന്ത്രി ആശങ്ക പങ്കുവച്ചു. ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രയോജനമായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ നക്സൽ ഭീകരരുടെ ആശയങ്ങളോടാണ് കൂടുതൽ താല്പര്യമെന്നും അദ്ദേഹം കോൺഗ്രസിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. बात जंगल से तो साफ हो रहा है, लेकिन अब वो अर्बन सेंटर्स में पैर पसार रहा है. अर्बन नक्सलियों ने अपना जाल इतनी तेजी से फैलाया है कि जो राजनीतिक दल अर्बन नक्सल के विरोधी थे, जिनकी विचारधारा कभी गांधी जी से प्रेरित थी, जो भारत की जड़ों से जुड़ी थी, ऐसे राजनीतिक दलों में आज अर्बन नक्सल पैठ जमा चुके हैं. आज वहां अर्बन नक्सलियों की आवाज उनकी ही भाषा सुनाई देती है. इसी से हम समझ सकते हैं कि इनकी जड़ें कितनी गहरी हैं. മായി ജിഷ്ണുകൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, ഒരു ദേശീയ വാർത്താ ചാനലിൻ്റെ പരിപാടിയിലാണല്ലോ നരേന്ദ്രമോദി നക്സലിസത്തെ പറ്റി പറഞ്ഞത്. അതായത് കേരളത്തിലടക്കം DGP പറഞ്ഞതാണ് അർബൻ നക്സലിസം കൂടുതൽ പിടിമുറുക്കുന്നു, അതുകൊണ്ട് കൂടുതൽ ജാഗ്രത വേണമെന്ന് കേരളത്തിൽ പോലും നിർദ്ദേശങ്ങൾ വന്നതാണ്. അപ്പോൾ രാജ്യത്തൊട്ടാകെയും കാടുകളിലുള്ള നക്സലിസത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു. പക്ഷേ ഈ നഗരങ്ങളിൽ നക്സൽ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടല്ലോ. ജിഷ്ണുകൃഷ്ണൻ. വിനോദ്, ഡൽഹിയിൽ ഒരു മാധ്യമത്തിന്റെ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട നക്സൽ മാവോയിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളും അവരുടെ പ്രവർത്തന രീതികൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയത് നേരത്തെ ആയുധമെടുത്തുകൊണ്ട് കാടുകളിൽ നിലനിന്നിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദത്തെ തുടച്ചു നീക്കാനും അത് അവസാനിപ്പിക്കാനും ഒരു വലിയ രീതിയിൽ സാധിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ ആശയ പ്രചാരണം അർബൻ നക്സലുകൾ, നഗരമേഖലയിലേക്ക് നക്സലുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റുകയും
കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിന് വളരെ കൃത്യമായ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പേരെടുത്ത് പറയാതെ തന്നെ പരോക്ഷമായ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ രാജ്യത്ത് 100-ലധികം ജില്ലകളിൽ മാവോയിസ്റ്റ് ഭീകര സാന്നിധ്യമുണ്ടായിരുന്നു. വളരെ കൃത്യമായി മാവോയിസ്റ്റ് ബാധിത മേഖലകളെന്ന് വിശേഷിപ്പിച്ചിരുന്ന 100-ലധികം ജില്ലകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് വിരലിൽ എണ്ണാവുന്ന ജില്ലകളിലേക്ക്, അതായത് ഗണ്യമായ കുറവ് മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ, മാവോയിസ്റ്റ് ബാധിത ജില്ലകളുടെ എണ്ണത്തിലുണ്ടായി. ഒപ്പം അതിശക്തമായ നടപടികളിലൂടെ കാടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുരത്താൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെയും സമാനമായ വാക്കുകൾ, കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരവാദികളുടെ അക്രമത്തിൽ പൊതുജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവത്തിൽ 85% കുറവുണ്ടായി എന്നുള്ളതായിരുന്നു കണക്കുകൾ സഹിതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചൂണ്ടിക്കാട്ടിയതൊപ്പം ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കവേ 2026 മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മാവോയിസ്റ്റ് നക്സൽ പ്രവർത്തനങ്ങൾ കാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ നിന്ന് അവരുടെ മുൻപുണ്ടായിരുന്ന പ്രവർത്തന രീതി ആയുധമെടുത്ത് പോരാടുക എന്നുള്ളതായിരുന്നു. ആ മേഖലയിൽ നിന്നും വളരെ കൃത്യമായി അവരെ തുടച്ചു നീക്കാൻ രാജ്യത്തിന് സാധിച്ചു, നടപടികളിലൂടെ സാധിച്ചു. അതിന് വിവിധ തരത്തിലുള്ള നടപടികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സുരക്ഷാ ഏജൻസികളും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആയുധമെടുക്കുന്നവർക്കെതിരെയും അതേ രീതിയിൽ, അതേ നാണയത്തിൽ ശക്തമായ നടപടി. ഒപ്പം ആയുധം ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഭീകരവാദികൾക്ക് നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനം. ഒപ്പം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പല മേഖലകളിലും ജനങ്ങളുടെ കൂടി പിന്തുണയോടെ ആയിരുന്നു മുൻപ് മാവോയിസ്റ്റ് ഭീകരവാദം നടന്നത്. അത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ 10 വർഷത്തിൽ ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളെ ഒരു പരിധിവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ്, വിവിധ ഘട്ടങ്ങളായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രധാനമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ 100-ലധികം മാവോയിസ്റ്റ് ബാധിത മേഖലകൾ, മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് ഇന്നത് വെറും വിരലിൽ എണ്ണാവുന്ന ജില്ലകളിലേക്ക് ഗണ്യമായ കുറവുണ്ടായി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിൻ്റെ ഒരു വശമാണ്. മറുവശത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിലവിൽ അർബൻ നക്സലിസം, അതായത് മാവോയിസ്റ്റ് ചിന്താഗതി, ഇടത് മാവോയിസ്റ്റ് ചിന്താഗതി രാജ്യത്തിൻ്റെ സുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന രീതിയിലുള്ള ആശയ പ്രചരണം നഗരമേഖലയിൽ നടക്കുന്നു. അതിന് മുൻപ് ഗാന്ധിജിയുടെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു വന്നൊരു പാർട്ടി ഇത്തരം അർബൻ നക്സലിസത്തിനും അവരുടെ പ്രവർത്തനങ്ങളിലും അതിശക്തമായ പിന്തുണ നൽകുന്നു എന്നാണ് കോൺഗ്രസിനെ പേരെടുത്തു പറയാതെ കോൺഗ്രസ് ഇത്തരം അർബൻ നക്സലിസത്തെ പിന്തുണയ്ക്കുന്നു എന്ന വാദം, എന്ന ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ നമുക്കറിയാം, ആയുധത്തിനപ്പുറത്തേക്ക് രാജ്യത്തെ ജനങ്ങളെ ആശയപരമായി രാജ്യത്തിനെതിരെ തിരിക്കുന്ന പ്രചാരണങ്ങൾ, വിവിധ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ ദേശീയതയ്ക്കെതിരെ, രാജ്യത്തിനെതിരെ തിരിക്കുന്ന നരേഷനുകൾ, ആശയ പ്രചാരണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോഴെല്ലാം BJP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് വളരെ കൃത്യമായി വിദേശ ഫണ്ടിങ്ങോടുകൂടി രാജ്യത്ത് നടക്കുന്ന വിഘടനവാദ പ്രവർത്തനമാണ്, അർബൻ നക്സലിസം പലപ്പോഴും നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പരസ്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കാടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കുമ്പോൾ അർബൻ നക്സലിസം ഒരു വശത്ത് തഴച്ചു വളരുന്നു. അതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയുണ്ട്. പക്ഷേ ഈ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് വനമേഖലകളിൽ സുഗ്മ, നാരായൺപൂർ, ബീജാപൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത്. അവിടെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി, ബീജാപൂരിൽ ഉൾഗ്രാമത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതുവരെ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്താത്ത ഗ്രാമത്തിൽ പോലും ഈ വർഷം 2025 ജനുവരി 26 രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിപ്പറന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ പോലും കടന്നു ചെന്നുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവിടെ മാവോയിസ്റ്റ് ഭീകരവാദം അവസാനിപ്പിക്കാനും നിലവിൽ സാധിക്കുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീജാപൂർ, സുഗ്മ, നാരായൺപൂർ തുടങ്ങി ഛത്തീസ്ഗഡിലെ ഉൾവനമേഖലകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അർബൻ നക്സലിസത്തിനെതിരെയും ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. വിനോദ്. അതെ, നക്സൽ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത്. ഈ കാടുകളിൽ
നിന്നും കുറവായ നക്സലിസം, അതിപ്പോൾ അർബൻ നക്സലിസം എന്ന പുതിയ രൂപത്തിൽ അത് ശക്തി പ്രാപിക്കുന്നു. പക്ഷേ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണുകൃഷ്ണൻ. ഇനി വീണ്ടും സംസ്ഥാനത്തേക്ക് വരാം. ഇവിടെ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, അവിടെ ഇഷ്ടക്കാർക്കുള്ള സംരക്ഷണം സർക്കാർ തുടരുക തന്നെയാണ്. കാരണം ഈ തട്ടിയെടുത്ത തുകയും പലിശയും അടച്ച ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടികളില്ല എന്നാണ് അറിയുന്നത്. അത് എല്ലാവർക്കും എതിരെ എന്ന് പറയാനും കഴിയില്ല. പണം തിരിച്ചടച്ച 3 റവന്യൂ വകുപ്പ് ജീവനക്കാരെ സർവീസിൽ തിരിച്ചെടുത്തു. വിവരങ്ങൾ മറച്ചുവെച്ച് പെൻഷൻ തട്ടിയെടുത്തത് ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നിരിക്കെയാണ് സർക്കാരിന്റെ മൃദു സമീപനം. ജനം ബ്രേക്കിംഗ്. ഇതിന് വിവരങ്ങളുമായി വിനീഷ് ചെയ്യുന്നുണ്ട്. വിനീഷ്, ഈ തട്ടിപ്പ് നടന്നു എന്ന കാര്യം ഒരു ഘട്ടത്തിൽ സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അവർക്കെതിരെ നടപടി എടുക്കുമ്പോഴാണ് ഈ ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടന്നു, അത് കണക്കുകൾ സഹിതം മുന്നിൽ വെച്ചപ്പോൾ സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നതുമാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ നടപടി ഏതൊക്കെ തലത്തിൽ വന്നു എന്ന് പരിശോധിച്ചാൽ കാണാം, ഇഷ്ടക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് സർക്കാർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ തട്ടിയെടുത്ത തുകയും പലിശയും അടച്ച ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തട്ടിക്കാം, കുഴപ്പമില്ല, തിരിച്ചടച്ചാൽ മതി എന്ന് പറയുന്നൊരു സന്ദേശം നൽകുക കൂടിയുണ്ട്. പണം തിരിച്ചടച്ച മറ്റ് 3 റവന്യൂ വകുപ്പ് ജീവനക്കാരെ സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ ബാക്കിയുള്ളവർക്കെതിരെ നടപടി ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഇത് തിരിച്ചടച്ചാലും ഇല്ലെങ്കിലും എങ്ങനെയാണ് ഈ പെൻഷൻ തട്ടിയെടുത്തതെന്ന് ചോദിച്ചാൽ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് പെൻഷൻ തട്ടിയെടുത്തിരിക്കുന്നത്. അത് ക്രിമിനൽ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും. വിനീഷ്, ഈ ക്രിമിനൽ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റം ചെയ്ത ശേഷം തട്ടിയെടുത്ത പൈസ ഞങ്ങൾ തിരിച്ചടച്ചല്ലോ എന്നതിൻ്റെ പേരിൽ സർവീസിൽ തിരിച്ചെടുക്കുന്നത് ഒരു സർക്കാരാണ്. സർക്കാർ നേരിട്ട് ഇതിനൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തത്. ഈ തട്ടിയെടുത്ത ക്ഷേമ പെൻഷനുകൾ തിരിച്ചടച്ചാൽ തീരാവുന്ന കേസാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. നിലവിൽ 1487 പേരാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ വകുപ്പുകളിലായി ക്ഷേമ പെൻഷനുകൾ, സർക്കാർ ജോലിയിലിരുന്നു കൊണ്ട് ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തത്. ഈ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്ത റവന്യൂ വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സർക്കാർ തിരിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. കാരണം ഈ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തത് തന്നെ സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ചെയ്ത നടപടിയാണ്. അത് ക്രിമിനൽ നിയമപ്രകാരം നിലനിൽക്കുന്നതാണ്. ആ ക്രിമിനൽ നിയമപ്രകാരം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവരെ സർക്കാർ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ ഗസറ്റേഴ്സ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അവരെയൊക്കെ സർക്കാർ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് ആദ്യഘട്ടത്തിൽ വകുപ്പ് തല നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നത്. പക്ഷേ ഇപ്പോൾ റവന്യൂ വകുപ്പിലാകട്ടെ 18% പലിശ അടച്ച് ഈ സർക്കാരിനെ കബളിപ്പിച്ചുണ്ടാക്കിയ ക്ഷേമ പെൻഷനുകൾ, പറ്റിച്ചു വാങ്ങിയ ക്ഷേമ പെൻഷനുകൾ തിരിച്ചടച്ചതിന് ശേഷം പലിശ ഉൾപ്പെടെ തിരിച്ചടച്ചു എന്ന പേരിലാണ് ഈ റവന്യൂ വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സർക്കാർ തിരിച്ച് സർവീസിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിമിനൽ കുറ്റം ചെയ്ത വ്യക്തികളെയാണ് സർക്കാർ ഇപ്പോൾ തിരിച്ച് സർവീസിലേക്ക് എടുത്തിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. ഇത് സർക്കാരിന് താല്പര്യമുള്ള ഇഷ്ടക്കാരെ തിരിച്ചു കയറ്റാനുള്ള സർക്കാർ നടപടി എന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ റവന്യൂ വകുപ്പിൽ 3 ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇത്തരത്തിൽ സർക്കാരിനെ പറ്റിച്ച്, സർക്കാരിനെ കബളിപ്പിച്ച് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർ. പക്ഷേ ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ 3 പേരെ മാത്രം തിരിച്ചെടുത്തു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് നൽകുന്ന വിശദീകരണം ഇത്തരത്തിലാണ്. 3 പേരാണ് നിലവിൽ സർക്കാർ പറഞ്ഞതിനനുസരിച്ച് പലിശ അടച്ച് നേരത്തെ കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തിരിച്ചടച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ തിരിച്ച് സർവീസിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന നിലപാടാണ് സർക്കാർ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും റവന്യൂ വകുപ്പിന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് ഇഷ്ടപ്പെട്ടവരെ, സർക്കാരിന് താല്പര്യമുള്ളവരെ മാത്രം തിരികെ കയറ്റുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനുകളിലൂടെ കുറ്റകൃത്യം ചെയ്ത നിയമപരമല്ലാത്ത നടപടിക്രമങ്ങളുടെ ഭാഗമായ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് സർക്കാർ എത്തി നിൽക്കുന്നത്. അതെ വീണ, ഇഷ്ടക്കാരെ സംരക്ഷിക്കാനുള്ള നടപടി തന്നെയാണ് സർക്കാർ തുടരുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നല്ലൊരു മനുഷ്യനാകാതെ ആർക്കും തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ മികച്ചതാവാൻ സാധിക്കില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ.
കെ മാണി ലീഗൽ എക്സലൻ്റ് അവാർഡ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പിന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ടത് അഭിഭാഷകരുടെ ഉത്തരവാദിത്തമാണെന്നും ഗവർണർ പറഞ്ഞു. ജസ്റ്റിസ് വിജു എബ്രഹാം, ജോസ് കെ മാണി MP എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. Professions in this particular legal fraternity will dwell what they will get from us. That is exactly what we want. I hope you understand my point. ഇനി കൊച്ചി ആദ്ര ജ്വല്ലറി തട്ടിപ്പ്. അതിൽ ഭീമഹർജിയുമായി തട്ടിപ്പിന് ഇരയായവർ വിവിധ സ്കീമുകളിൽ നിക്ഷേപം നടത്തിയതിന് കബളിപ്പിക്കപ്പെട്ട 500ഓളം പേർ ചേർന്ന് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഭീമഹർജി നൽകാൻ ഒരുങ്ങുകയാണ്. ആദ്ര ജ്വല്ലറി ഉടമകൾക്കെതിരെ പരാതികൾ നൽകിയിട്ടും പോലീസ് നടപടി ഉണ്ടാകുന്നില്ല എന്നാരോപിച്ചാണ് ഈ ഭീമഹർജി നൽകാൻ അവർ തയ്യാറെടുക്കുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, പലതവണയായി പലരായി പരാതി നൽകുന്നു, പക്ഷെ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഭീമഹർജിയിൽ അവർ എന്ത് ആവശ്യപ്പെടുന്നു, അതെങ്ങനെ അവർ നടപ്പിലാക്കുന്നു? വീണ, വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതനുസരിച്ചുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു ശക്തമായ പരാതി തന്നെയാണ് ഇത്തരത്തിൽ നിക്ഷേപ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആളുകൾക്കുള്ളത്. കാരണം അവർ നൽകിയ പരാതികളിൽ എല്ലാം തന്നെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതുവരെ 4 പരാതികളിൽ മാത്രമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ 500ഓളം ആളുകൾ പറയുന്നത്. അവർക്കെല്ലാം തന്നെ പരാതികളുണ്ട്. തങ്ങളെല്ലാം തന്നെ പരാതിയുമായി സ്റ്റേഷനിൽ രേഖാമൂലം എത്തിയിരുന്നു. രേഖാമൂലം പരാതികൾ നൽകി. എന്നാൽ ഇത് പോലീസ് ഗൗരവത്തിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എടുത്ത 4 കേസുകളിൽ ജാമ്യം ലഭിച്ചു. ഇവർ പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ മുങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പ്രതികൾ മുങ്ങുകയോട് ചെയ്യുന്നതോടെ തങ്ങൾക്ക് പണം തിരികെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും മങ്ങുമെന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗൗരവം, ഈ തട്ടിപ്പ് വലിയ കോടികളുടേതാണ്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 15 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ്, ഏകദേശം തട്ടിപ്പ് നടന്നതായി കണക്കാക്കുന്നു. നിരവധി നിക്ഷേപകർക്ക് ചെറുതും വലുതുമായ തുകകൾ ലഭിക്കാനുണ്ട്. സ്ത്രീകളാണ് ഈ തട്ടിപ്പിന്റെ ഇരകളായത്. പലരും ഒരു നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ സ്വരൂപിച്ച പണത്തിൽ ഒരു ഭാഗമാണ് ഈ ആതിര ജ്വല്ലറിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അവിടെ വലിയ ലാഭവും അതിന്റെ വിഹിതവും എല്ലാം തന്നെയായിരുന്നു വാഗ്ദാനം ചെയ്തത്. മക്കളുടെ വിവാഹത്തിനും പഠനാവശ്യങ്ങൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചവരാണ്. വീട് നിർമ്മാണത്തിനും എല്ലാമായി പണം നിക്ഷേപിച്ചിരുന്ന ആളുകളാണ് ഒടുവിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആതിര ജ്വല്ലറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസായ ഹൈക്കോടതി ജംഗ്ഷനിലെ ആസ്ഥാനം തന്നെ അത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്കും എല്ലാം പോവുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മുഴുവൻ പരാതികളിലും കേസെടുക്കണമെന്നും തുടർ നടപടികൾ ശക്തമാക്കണമെന്നുമുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ 4 പേരാണ് ഈ കേസിൽ മുഖ്യ പ്രതികളായിട്ടുള്ളത്. അതിൽ ആന്റണി, ജോൺസൺ, ജോബി, ജോസഫ് എന്നീ സഹോദരന്മാരാണ്. ഇവരാണ് ആദ്യം ഇത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത്. പള്ളിപ്പുറം ഭാഗങ്ങളിലും അടക്കം ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടു. പിന്നീട് അത് നഗരത്തിലേക്ക് കൂടി എത്തുകയായിരുന്നു ആതിര ജ്വല്ലറി. ആദ്യഘട്ടത്തിൽ വലിയ വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പണം കൃത്യമായി തന്നെ തിരികെ നൽകുകയും എല്ലാം വലിയ ലാഭവീതം ചിലർക്കെങ്കിലും നൽകുകയും എല്ലാം ചെയ്തു. അതോടുകൂടി ആളുകൾ പരസ്പരം പറഞ്ഞു തന്നെ കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായി. അങ്ങനെ സ്ത്രീകളെയാണ് ഈ നിക്ഷേപ പദ്ധതി ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത്. അതിനുവേണ്ടി നിരവധി വാഗ്ദാനങ്ങളും ഈ ആളുകൾ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ വഞ്ചിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. മാത്രമല്ല, ഈ ഒരു വലിയ തട്ടിപ്പ് നടത്തിയ ആളുകൾ അവർ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണം. അക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കുന്നില്ല. എറണാകുളം സെൻട്രൽ പോലീസിലായിരുന്നു ആദ്യം പരാതി നൽകിയത്. തുടക്കത്തിൽ 50ഓളം പരാതികളായിരുന്നു ഈ കേസുമായി ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കൂടുതൽ പരാതികൾ നൽകാൻ ആളുകൾ തയ്യാറായത്. കാരണം ഈ ഉടമകൾ വിശ്വസിപ്പിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരാതി നൽകിയാൽ നിങ്ങൾക്ക് ഈ പണം തിരിച്ചു കിട്ടുന്നതിന് തടസ്സം ഉണ്ടാകും. എങ്ങനെയാണോ നേരത്തെ പാതിവല തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ ആളുകളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഉടമകളും ഒരു വാട്സാപ്പ് സന്ദേശം വഴി അറിയിക്കാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ പരാതി നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, അത് തിരിച്ചു തരണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. പൂർണ്ണമായും തകർന്നിട്ടില്ല, ആ പണം തിരികെ നൽകാൻ കഴിയും. തനിക്ക് വിവിധ ഭാഗങ്ങളിൽ ഭൂമിയും മറ്റു നിക്ഷേപങ്ങളുമുണ്ട്, അത് വിറ്റിട്ടാണെങ്കിലും നൽകുമെന്നെല്ലാം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് പരാതി നൽകുന്നതിന് കുറേ ആളുകൾ വൈകിയിരുന്നു. ആ ആളുകൾ കൂടി പരാതി നൽകിയതോടുകൂടിയാണ് ഇപ്പോൾ 500ഓളം പരാതിക്കാരായത്. എന്നാൽ 4 കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് ഈ പരാതിക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതെ, ആതിര ജ്വല്ലറിക്കെതിരെ 500ഓളം പരാതികളാണ് ഇപ്പോൾ തന്നെ നിലവിലുള്ളത്. പക്ഷേ 4 എണ്ണത്തിൽ മാത്രമാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഭീമഹർജി നൽകാൻ തീരുമാനിക്കുന്നത്, ഈ പറ്റിക്കപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്ന്. ഓക്കെ, മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ ഈ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിൻ്റെ അധിക്ഷേപ പരാമർശത്തിൽ
നടപടി ആവശ്യപ്പെടുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അവർ സംസ്ഥാന വനിതാ കമ്മീഷന് നിവേദനം നൽകി. ഗോപിനാഥിന്റെ പരാമർശം സ്ത്രീ സമൂഹത്തിനും അവമതിപ്പുണ്ടാക്കി. മാപ്പ് പറയാതെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. പരാമർശത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാത്തതിനാലാണ് നിവേദനമെന്നും സമരസമിതി വ്യക്തമാക്കുന്നു. ആശമാരെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയാതെ വീണ്ടും പ്രകോപനപരമായ സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് CI2 സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിനെതിരെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടപടി ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷന് പരാതി നൽകിയത്. ഗോപിനാഥന്റെ പരാമർശം മുഴുവൻ സ്ത്രീ സമൂഹത്തിനും അവമതിപ്പുണ്ടാക്കി. സംഭവം പണിയെടുത്ത് ജീവിക്കുന്ന ഓരോ സ്ത്രീകളും സ്ത്രീ സമൂഹവും ഞെട്ടലോടെയാണ് ശ്രമിച്ചത്. പ്രസംഗത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നിവേദനമെന്നും പരാതിയിൽ പറയുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഗോപിനാഥന്റെ അധിക്ഷേപം. മഴ നനഞ്ഞ ആശമാർക്ക് കുടയും റെയിൻകോട്ടുമായി എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഗോപിനാഥൻ ആശമാരെ അധിക്ഷേപിച്ചത്. സുരേഷ് ഗോപി കുട വാങ്ങി നൽകിയതിന്റെ കൂട്ടത്തിൽ ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല എന്നതായിരുന്നു ഗോപിനാഥന്റെ പരാമർശം. ജനം, തിരുവനന്തപുരം. ഇനി നമുക്ക് കോഴിക്കോട്ട് ഒരു വാർത്തയിലേക്ക് പോകാം. കോഴിക്കോട്ട് ബീച്ച് ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി മാഫിയ താവളമാക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. അടിയന്തര നടപടി സ്വീകരിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ജില്ലാ പോലീസ് മേധാവിക്കും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകി. ലഹരി ഉപയോഗത്തിൻ്റെയും വിൽപ്പനയുടെയും വാർത്ത ജനം TV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് കമ്മീഷന്റെ ഇടപെടൽ. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ജനം ഇമ്പാക്റ്റാണ് വാർത്ത. ദിസ്ന, കോഴിക്കോട് അവിടെ ബീച്ച് ആശുപത്രിയിലും പരിസരത്തും ലഹരി മാഫിയ താവളമാക്കുന്ന വാർത്ത ജനം TV നേരത്തെ നൽകിയിരുന്നു. എന്തായാലും വാർത്തയ്ക്കൊരു തുടർ നടപടിയായിരിക്കുന്നു. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. കൂടുതൽ വിവരങ്ങൾ ദിസ്ന സുരേഷ്. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി കേസുകൾ കൂടാതെ തന്നെ അതിലെ പ്രധാന താവളവുമായാണ് ബീച്ച് ആശുപത്രി മാറുന്നത്. സാധാരണക്കാരായ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബീച്ച് ആശുപത്രിയാണ്. ഈ ബീച്ച് ആശുപത്രിയോട് ചേർന്ന് ഒരു ലഹരി വിമോചന കേന്ദ്രമുണ്ട്. ഈ ലഹരി വിമോചന കേന്ദ്രത്തിന്റെ പരിസരത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യാപകമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ കേന്ദ്രമായി മാറുന്നത്. ഈ അഡിക്ഷൻ സെന്ററിൽ എത്തുന്ന ആളുകൾ അവരുടെ അതായത് ചികിത്സ കഴിഞ്ഞു പുറത്തു പോകുമ്പോഴേക്കും ഒരു സംഘം, അതായത് ഇത്തരത്തിൽ ലഹരി വിതരണം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ പെടുകയും അവിടെ നിന്ന് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അവിടെ നിന്ന് തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ജനം TV വാർത്തയാക്കിയത്. നമ്മൾ ആ വാർത്തയിൽ പ്രത്യേകം കണ്ടതാണ്. പട്ടാപകലാണ് അവിടെ ഇരുന്ന് ഈ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു യുവാവിനെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. K. ബൈജുനാഥ് ആണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണറോടും ജില്ലാ പോലീസ് മേധാവിയോടും ഒരാഴ്ചയ്ക്കകം ബീച്ച് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ലഹരി വിമോചന കേന്ദ്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ മാർച്ച് 26-നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് വരുന്നത്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ്. ഈ സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്ന് കൂടിയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറേ തവണയായി കേട്ടുവരുന്ന വാർത്തകളൊക്കെ തന്നെയും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ ലഹരി ഉപയോഗിച്ച് ബീച്ച് ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികളെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയും നമ്മൾ കണ്ടിരുന്നു. അവിടെ പാർക്കിങ്ങിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഉൾപ്പെടെയുള്ള ഓഡിയോ ക്ലിപ്പുകൾ സഹിതമാണ് നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത്. ആ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് അവിടെ ദിനം പ്രതി ആളുകൾ എത്തുന്നു. ഉപയോഗിച്ച് എത്തുന്നത് മാത്രമല്ല, അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ ഉൾപ്പെടെ അവിടെയുള്ള രോഗികളെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് പോകുന്നു. പോലീസ് അടക്കമുള്ള ആളുകൾക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം, അവിടെ തന്നെയാണ് കുട്ടികൾ, അമ്മയുടെയും കുട്ടികളുടെയും പരിപാലിക്കുന്ന കേന്ദ്രമുള്ളത്. അതോടൊപ്പം തന്നെ ENT വിഭാഗമുണ്ട്. അത്തരത്തിൽ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് രോഗികൾ ആശുപത്രിയിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. എന്തായാലും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുവരുന്ന വിഷയങ്ങളൊക്കെ തന്നെയും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലെ ആളുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ബീച്ച് ആശുപത്രി. ഈ ബീച്ച് ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
നമ്മൾ ആ വാർത്തയിൽ കാണിച്ചതുപോലെ തന്നെ പട്ടാപ്പകലടക്കം അവിടെ ഇരുന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ അല്ലെങ്കിൽ ആളുകൾ, അവരെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ, അവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, കയ്യാങ്കളികളൊക്കെ തന്നെയും സൃഷ്ടിക്കുന്നു. ആ പ്രശ്നത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 26-ന് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ വിഷയം പരിഗണിക്കുമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വിനോദ്. ഓക്കെ, ശരി ദിസ്ന. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ ഉടൻ കേരളത്തിൽ തിരികെ എത്തിക്കും. പെൺകുട്ടികളെ രാവിലെ കേരള പോലീസിന് കൈമാറുമെന്നാണ് അറിയിച്ചത്. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത്. ഈ വാർത്തയിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എപ്പോഴാണ് ഇവരെ കേരള പോലീസിന് കൈമാറുക? ഇവരെ എപ്പോഴാണ് കേരളത്തിലെത്തിക്കുക? വീണ, കേരള പോലീസ് ഇപ്പോൾ മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ രണ്ട് കുട്ടികളും ഉള്ളത് പൂനെയിലാണ്. ഇന്ന് പുലർച്ചെ ഏകദേശം 1:45 കൂടിയാണ് ഈ രണ്ട് കുട്ടികളെയും കണ്ടെത്തിയത്. അതായത് ഇവർ മുംബൈയിലാണ് എത്തിയത്. അതിനുശേഷം മുംബൈയിലെ CSTയിൽ എത്തി. അവിടെ ഒരു സലൂണിൽ പോയി അവിടെ നിന്നും ഹെയർ സ്റ്റൈൽ അടക്കം മാറ്റി, അതോടൊപ്പം തന്നെ മുഖത്തിൻ്റെ ലുക്ക് മാറ്റണം എന്നീ കുട്ടികൾ അതിൻ്റെ ഉടമയോട് പറഞ്ഞു, സലൂണിൽ ഉള്ള ആളുകളോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ കുട്ടികളെ തിരിച്ചറിയുന്നത്. ആ കുട്ടികളുടെ സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് എടവണ്ണ സ്വദേശിയായ റഹീം ഒരു നാട്ടിലേക്ക് ഫോൺ ചെയ്തു. ഈ ഫോണിൻ്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ കുട്ടികൾ മുംബൈയിൽ എത്തിയത് എന്ന് മനസ്സിലാക്കുന്നത്. ഈ സലൂണിൽ എത്തിയ ഇവർ തങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറ്റി, അതോടൊപ്പം തന്നെ ലുക്ക് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവരുടെ കയ്യിൽ ധാരാളം പണം ഉണ്ട് എന്നായിരുന്നു മലയാളി കൂടിയായിട്ടുള്ള ഈ സലൂണിൻ്റെ ഉടമ പറയുന്നത്. കാരണം ഇവർ പിന്നീട് ഈ കുട്ടികളോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഈ കുട്ടികൾ പിന്നീട് അവിടെ നിന്നും ഇവർ അറിയാതെ വീണ്ടും അവിടെ നിന്നും പോവുകയായിരുന്നു. അതായത് ഇവർ പിന്നീട് പനവേലിയിലേക്കായിരുന്നു പുറപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് മുംബൈ ചെന്നൈ എഗ്മോറിൽ വെച്ച് ആണ് ലോനാസ് നഗർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇവരെ പിന്നീട് കണ്ടെത്തിയത്. അതിനുശേഷം ഈ കുട്ടികളെ ഇപ്പോൾ നിലവിൽ RPFിൻ്റെ കൂടെ കസ്റ്റഡിയിൽ ആണ് ഉള്ളത്. RPF ഇവരെ അല്പസമയം മുൻപ് ഈ രണ്ട് കുട്ടികളെയും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ഈ കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണ്. മറ്റ് ആരോഗ്യപരമായ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരം. അതോടൊപ്പം തന്നെ ഈ താനൂർ പോലീസ് 3 അംഗ സംഘമാണ് പോയിട്ടുള്ളത്. SIയും 2 പോലീസുകാരുമാണ് ഈ കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി മുംബൈയിലേക്ക് പോയിട്ടുള്ളത്. മുംബൈയിൽ എത്തിയ ശേഷം പിന്നീട് അവിടെ നിന്നും റോഡ് മാർഗമാണ് പൂനെയിലേക്ക് പോകാൻ കഴിയുക. കാരണം അവിടെ നിന്നും ഫ്ലൈറ്റോ അത്തരത്തിലുള്ള സംവിധാനം ഇല്ല. ഒന്നുകിൽ റോഡ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം വേണം പൂനെയിലേക്ക് പോകാൻ. ഇന്ന് 8 മണിയോടുകൂടിയാണ്, ഏകദേശം 8:30 മുംബൈയിൽ എത്തും. അതിനുശേഷം അവിടെ നിന്നും റോഡ് മാർഗം ഏകദേശം 11:30-12 മണിയോടുകൂടി പൂനെയിൽ എത്തും. അതിനുശേഷം കുട്ടികളെ കൈമാറുന്ന നടപടികളിലേക്ക് കടക്കും. അതിനു മുൻപ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ അടക്കം ഹാജരാക്കേണ്ട ചില പ്രോസസ്സുകൾ ഉണ്ട്. അത്തരം ചില സാങ്കേതികമായ ചില കാര്യങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേരള പോലീസിന് കൈമാറുക. ബുധനാഴ്ച ഉച്ച മുതലാണ് ഈ രണ്ട് പെൺകുട്ടികളെയും കാണാതായത്. ഈ പെൺകുട്ടികൾ താനൂരിലെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്നു. അവർ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് സ്കൂളിലേക്ക് വന്നത്. വീട്ടുകാർ തന്നെയാണ് സ്കൂളിലേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുവിട്ടത്. പിന്നീട് ഈ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ട്രെയിൻ കയറി യാത്ര തിരിച്ചത്. അതായത് പിന്നീട് യാത്ര തിരിച്ച് ഒരു ദിവസം പിന്നിട്ട് അവർ മുംബൈയിൽ എത്തുകയായിരുന്നു. മുംബൈയിൽ ഇവർ എന്തിനു വേണ്ടി ഇവിടേക്ക് വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ, ഈ യുവാവിൻ്റെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരും മണിക്കൂറുകളിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ യുവാവ് പിന്നീട് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരച്ചിലിൽ പോലീസിനെ സഹായിക്കുകയുണ്ടായി. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ യുവാവ് ഇവരോടൊപ്പം ചേർന്നതും അല്ലെങ്കിൽ ഈ കുട്ടികളെ അങ്ങോട്ട് മുംബൈയിലേക്ക് കൊണ്ടുപോയതും, ആ കുട്ടികളുടെ ലക്ഷ്യം എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും വരും മണിക്കൂറുകളിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വ്യക്തത വരും. എന്തായാലും നിലവിൽ കുട്ടികളെ ഇപ്പോൾ ലഭിച്ചതിൻ്റെ വലിയ ആശ്വാസത്തിൽ തന്നെയാണ് ഒരു നാട് ഒന്നടങ്കം. രക്ഷിതാക്കളും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം വലിയ ഭീതിയിലും ആശങ്കയിലുമായിരുന്നു. കുട്ടികളെ കാണാതായ നിമിഷം മുതൽ തന്നെ വ്യാപകമായൊരു തിരച്ചിലാണ് നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. സമീപ ജില്ലകളിലടക്കം വലിയ വ്യാപകമായ രീതിയിൽ തന്നെ തിരച്ചിൽ നടത്തി. പക്ഷേ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ കുട്ടികൾ മുംബൈയിൽ എത്തിയ സൂചനകൾ ലഭിച്ചത്. ഫോൺ വഴിയാണ്, ഫോണിൻ്റെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് അതുവഴി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടികൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് മുംബൈയിൽ എത്തിയതായി അറിഞ്ഞത്. കാരണം ഈ കുട്ടികൾ സാധാരണ രീതിയിൽ കൂടുതൽ വലിയ യാത്രകൾ ചെയ്ത് പരിചയമുള്ള കുട്ടികൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ സമീപ ജില്ലകളിലടക്കം, സമീപ പ്രദേശങ്ങളിലും സമീപ ജില്ലകളിലും അടക്കം അത്തരത്തിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നത്. പിന്നീട്
മൊബൈൽ ടവർ വഴി ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും കൂടുതൽ മുംബൈയിൽ എത്തിയത്. പിന്നീട് അവിടെ നിന്നും മലയാളി സമാജത്തിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും എല്ലാം തന്നെ കൃത്യമായ ഇടപെടലിലും അവരുടെ കൃത്യമായ പരിശോധനയിലും അന്വേഷണത്തിലും എല്ലാം തന്നെ പോലീസിൻ്റെ അടക്കമുള്ള അന്വേഷണത്തിലാണ് ഈ കുട്ടികളെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞതും സുരക്ഷിതരായി ഇപ്പോൾ RPFിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളതും. എന്തായാലും ഇന്ന് തന്നെ ഈ കുട്ടികളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പോലീസ് അന്വേഷണ സംഘം ഈ പൂനെയിൽ എത്തി ഈ കുട്ടികളെ കൈമാറുന്ന പ്രക്രിയയിലേക്ക് കടക്കും. തൊട്ടടുത്ത സമയം തന്നെ കേരളത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും നടക്കും. വീണ, കുട്ടികളെ മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കും. നാളെ എന്തായാലും അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. വനിതാ ദിനത്തിൽ കുട്ടികളെ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് തോന്നുന്നത്, അല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഏതായാലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ വലിയ ആശ്വാസമാണ്. നമുക്ക് ആറ്റുകാലിലേക്ക് വരാം, അല്ലേ? ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. എടപ്പള്ളി ട്രിവാൻഡ്രം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് തോറ്റംപാട്ട്. ഐതിഹ്യവും ചരിത്രവും എല്ലാം പാട്ടിലൂടെ പറയുന്ന രീതിയാണ് തോറ്റംപാട്ട്. ക്ഷേത്രത്തിന് മുൻവശത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഓലപ്പന്തലിലാണ് കലാകാരന്മാർ ദേവീചരിതം വർണ്ണിക്കുന്നത്. 10 നാൾ നീണ്ടു നിൽക്കുന്ന തോറ്റംപാട്ടിന്റെ പ്രാധാന്യവും ചരിത്രവും തോറ്റംപാട്ട് ആശാൻ മധു ജനം TVയോട് പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഈ തോറ്റംപാട്ട് എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ തന്നെ അതിൻ്റെ മുൻവശത്ത് പ്രത്യേകം തറകെട്ടി അതിലാണ് തോറ്റംപാട്ട് നടത്തുക. നമ്മളോടൊപ്പം തോറ്റംപാട്ട് ആശാൻ മധു ആശാൻ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ഈ വിശേഷങ്ങൾ ആശാനോട് ചോദിച്ച് മനസ്സിലാക്കാം. ആശാനെ, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരത്തിൽ ഒന്നാണ് തോറ്റംപാട്ട് എന്ന് പറയുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങ്. എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ചടങ്ങുകൾ? അതിന്റെ ഉത്സവത്തിന് നമ്മൾ ദേവിയെ കൊടുങ്ങലിരുന്ന് പാടി ആവാഹിച്ച് ശ്രീകോവിലിൽ ഉടവാളി കാപ്പുകെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 3-ാം ദിവസം ദേവിയുടെ തൃക്കല്യാണം, അത് മാലപ്പുറം പാട്ടെന്ന് പറയും. മാല വെച്ചിട്ട് ദേവിയുടെ ചിലമ്പ് വിൽക്കാൻ വേണ്ടി ദേവിയുടെ ഭർത്താവ് പാണ്ടിനാട്ടിൽ പോകുമ്പോൾ 6-ന്റെ അന്ന് രാത്രി 1 മണിക്ക് ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 7-ന്റെ അന്ന് രാവിലെ 7 മണിക്ക് തോറ്റ് 7:30 ക്ഷേത്രം തുറക്കുള്ളൂ. 9-ന്റെ അന്ന് ദേവിയുടെ ഭർത്താവിനെ കൊന്നതിന്റെ ദേവി പാണ്ഡ്യനാട്ടിൽ ചെന്ന് പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരാട്ട് എത്തിയും. 10-ന്റെ അന്ന് നമ്മൾ ദേവിയെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടികളെ കൊടുങ്ങല്ലൂർ സങ്കല്പിക്കും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ക്ഷേത്രത്തിൽ എൻ്റെ അച്ഛൻ ഗോവിന്ദനാശാന്റെ അച്ഛൻ കൊച്ചനാശാനാണ്. അപ്പോൾ ഈ തലമുറ പാടി വന്നതാണ്. ആ പാരമ്പര്യം ഇപ്പോഴും ക്ഷേത്ര ട്രസ്റ്റ് നിലനിർത്തി പോകുന്നുണ്ട്. അച്ഛൻ്റെ മരണശേഷം ആ പാരമ്പര്യം നിലനിർത്താൻ ക്ഷേത്ര ട്രസ്റ്റ് ഉത്തരവാദിത്തം തരികയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ 41 ദിവസം വ്രതം എടുത്ത് ആണ് കയറുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തെ കൂടാതെ കൊഞ്ചറുള്ള ദേവീക്ഷേത്രം, മുക്കാലയ്ക്ക് ദേവി, പഴഞ്ചിറ, 4 ക്ഷേത്രം പാരമ്പര്യമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ തയ്യാറെടുപ്പുകൾ, അതായത് ഈ തോറ്റംപാട്ടിന് മുന്നോടിയായിട്ട് ഈ ഒരുക്കങ്ങളൊക്കെ, അതിനു മുന്നോടിയുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? നമ്മൾ പാട്ട് തുടങ്ങി തലേദിവസം നമ്മൾ പെരകെട്ടി അതിനെ അലങ്കരിച്ച് ആണ് പിറ്റേന്ന് രാവിലെ നമ്മൾ പാടായിരിക്കുന്നത്. അതാണ് അതിന്റെ ുള്ളത്. പുരയിൽ 3 പേരാണ് ഇരിക്കുന്നത്. 3 പേരിന്ന് പാടും. 3 പേരും ഒരു സമയത്ത് പാടുന്നത്. ഈ ഓലയിലാണ് കെട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയാ? പണ്ടേ ഈ ഓലയിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓലയിൽ തന്നെ കെട്ടുന്നത്, അല്ലാതെ ഓലയിൽ തന്നെ കെട്ടി ഇരിപ്പ് മണ്ണിട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. കാലം കുറെ മാറിയപ്പോഴേക്കും തോറ്റംപാട്ടിനെ പറ്റി ആൾക്കാർക്ക് വലിയ അറിവില്ല. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വലിയ അറിവില്ല. അതോടൊപ്പം തന്നെ അന്യം നിന്ന് പോവുകയും ചെയ്യുകയൊക്കെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു നമ്മൾ പാട്ട് സമയത്ത് രാത്രി ആയാലും പകലായാലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേൾക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഈ രാത്രി നമ്മൾ പാടുമ്പോൾ കേൾക്കാൻ വരും. പ്രത്യേകിച്ച് മാലപ്പുറം തോറ്റവും കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കുന്നുണ്ട് ആശാൻ? പുതിയ തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആരാണോ ദേവി നിശ്ചയമാണ്, ആരാണോ തെളിഞ്ഞു വരണത് അതല്ല ദേവിയുടെ നിശ്ചയമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആശാന്റെ ശിഷ്യ എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ്റെ നിന്നാണ് ഞാൻ എൻ്റെ 10-12 വയസ്സ് മുതൽ അച്ഛൻ്റെ പിറകെ നടന്നാണ് അതിന് പാട്ട് പഠിച്ച് ഇങ്ങനെയോ കേട്ട് പഠിച്ചാണ് ഇങ്ങനെ അച്ഛൻ്റെ മരണശേഷം ഏറ്റെടുത്തത്. ദേവിയുടെ ഐതിഹ്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും
തോറ്റമായിട്ട് പാടുമില്ല. ഈ തോറ്റം പാട്ടിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് എന്താണ്? തോറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊന്നു തോറ്റമാണ്. കൊന്നു തോറ്റം ദേവിയുടെ ഭർത്താവിനെ കൊന്നു തോറ്റമാണ് തോറ്റം എന്ന് പറയുന്നത്. കൊണ്ട് ചോറു തട്ടി കൊഞ്ചണക്കായി കൊണ്ട് കറി വിളമ്പി അതിരസം പല വക വിളമ്പുന്നല്ലോ ശർക്കര ചിങ്ങവഴപ്പഴങ്ങൾ തേനോട് പാൽപ്പഴം പഞ്ചസാര. അപ്പം വലിയ ഒരു ആചാര പെരുമ ഇതിനകത്തുണ്ട്, ഈ ചടങ്ങുകൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊരു പ്രാധാന്യമുണ്ട്. നിറയെ ആളുകൾ തോറ്റംപാട്ട് കേൾക്കുവാനായി എത്തുകയും ചെയ്തു. ഇപ്പോഴും ഈ തിരുവിതാംകൂറിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ദേവീക്ഷേത്രങ്ങളിലെല്ലാം വലിയ പ്രാധാന്യത്തോടെ തോറ്റംപാട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഉത്സവ സീസണുകളാകുമ്പോൾ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും ഈ തോറ്റംപാട്ട് അത് ചടങ്ങായി തന്നെ നടത്താറുമുണ്ട്. വലിയൊരു പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും, ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒട്ടുമിക്ക ഈ ദേവീക്ഷേത്രങ്ങളിലും ഈ ചടങ്ങ് നടത്തുക. വിവേകിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. അതെ, തോറ്റംപാട്ട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരണം അല്ലേ ഈ വാർത്തയിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയത്ത് അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷനും CMS കോളേജും തമ്മിൽ ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു. കോട്ടയം ജില്ലയിൽ BCCI ഫസ്റ്റ് ക്ലാസ് നിലവാരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടാകും CMS കോളേജിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിക്കുക. BCCIയുടെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് വേദിയാകാൻ ഉതകുന്ന സൗകര്യങ്ങളോടെയുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം കോട്ടയത്ത്. കോട്ടയംകാരെ ഞെട്ടിക്കുന്ന ചുവടുവയ്പ്പാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റേത്. CMS കോളേജ് ഗ്രൗണ്ടിലാണ് 14 കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം നിർമ്മിക്കുക. പദ്ധതിക്കായി കോളേജ് 30 വർഷത്തേക്ക് നിലവിലുള്ള ഗ്രൗണ്ട് KCAക്ക് നൽകും. ഇതേ രീതിയിൽ തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലും ആലപ്പുഴ SD കോളേജിലും ഗ്രൗണ്ടുകൾ നിർമ്മിച്ചിരുന്നു. സംസ്ഥാനത്തെ ക്രിക്കറ്റിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് KCA സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു. ഒരു മറ്റ് പ്രശ്നങ്ങളുണ്ട് ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ. അപ്പോൾ തീർച്ചയായും കുട്ടികൾ ഈ സ്പോർട്സിലോട്ട് വരുമ്പോഴും ഇങ്ങനത്തെ നല്ല ഫെസിലിറ്റീസ് വരുമ്പോഴും എല്ലാം അവരെ കൂടുതൽ അങ്ങനെ മറ്റ് ദുശീലങ്ങളിൽ നിന്ന് മാറ്റാനായിട്ടും ഇത് ഉപകരിക്കും. അതുപോലെ കോളേജിൻ്റെ ആവശ്യപ്രകാരം നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ഫുട്ബോൾ ഗ്രൗണ്ട്, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഫുട്ബോൾ ഗ്രൗണ്ട് റീഫർബിഷ് ചെയ്തിട്ട് അതും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഹെൽത്ത് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ MOUയിൽ ഉള്ള പ്രധാന ഘടകങ്ങൾ. അതാണ് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടാകുന്നു, അതിന് കൂടെ ഈ ഹെൽത്ത് സെൻറ്റർ, ഈ ഫുട്ബോൾ ഫെസിലിറ്റി നമ്മളിപ്പോൾ റീഫർബിഷ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ ചെയ്യുന്നു. ഒന്നാം ഘട്ടത്തിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് കൂടാതെ പവലിയൻ, സ്പ്രിംഗ്ലർ സിസ്റ്റം, ഇൻഡോർ ഔട്ട്ഡോർ പ്രാക്ടീസ് സംവിധാനം, അത്യാധുനിക ജിംനേഷ്യം, ഫുട്ബോൾ ഗ്രൗണ്ട് എന്നിവ ഉണ്ടാകും. രണ്ടാം ഘട്ടത്തിൽ ഫ്ലഡ് ലൈറ്റ് സംവിധാനവും. KCA സെക്രട്ടറി വിനോദ് എസ് കുമാർ, CMS കോളേജ് മാനേജർ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ എന്നിവർ ചേർന്ന് എഗ്രിമെന്റ് ഒപ്പിട്ടു. നിർമ്മാണ പ്രവർത്തനം ഏപ്രിൽ അവസാനത്തോടെ തുടങ്ങി 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇതോടെ കോട്ടയത്ത് രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള BCCI ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് വേദിയാകും. കോട്ടയം ജില്ലയിലെ യുവതാരങ്ങൾക്ക് പ്രത്യേകം പരിശീലനം നൽകാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും. ജനം, കോട്ടയം. നമുക്ക് മുനമ്പത്തേക്ക് വരാം. മുനമ്പത്തെ സമരം ഇപ്പോഴും അവർ തുടരുകയാണ്. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം. മുനമ്പം ജനത ഇന്ന് എറണാകുളം MP ഹൈബി ഈഡൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ റാലി നടത്തും. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഭീമ ഹർജിയുമായാണ് മുനമ്പം ജനതയുടെ ഈ പോരാട്ടം. അതേസമയം മുനമ്പം വഖഫ് കേസ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കുന്നുമുണ്ട്. കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയും ഇന്ന് പരിഗണിച്ചേക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും ദിസ്ന സുരേഷും ചേരുന്നു. ആദ്യം ജിജീഷ് കരുണാകരനിലേക്ക്. ജിജീഷ്, എറണാകുളം MP ഹൈബി ഈഡൻ്റെ വീട്ടിലേക്ക് മുനമ്പത്തെ ജനത ഇന്ന് റാലി നടത്തുകയാണ്, മാർച്ച് നടത്തുകയാണ്. ഇവരെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു ശരിക്കും കോൺഗ്രസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമരപ്പന്തലിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ പറഞ്ഞു ഇതെല്ലാം, ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ ഉന്നയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരക്ഷരം പോലും നിയമസഭയിൽ അവർ മുനമ്പത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല. എറണാകുളത്തെ MP ഹൈബി ഈഡനാവട്ടെ ഈ സമരത്തോട് കാണിക്കുന്ന അസ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവരൊക്കെ സമരപ്പന്തലിലെത്തിയതല്ലാതെ അവർക്ക് വേണ്ടി ചെറുവിരൽ പോലും അനക്കിയില്ല. ഇത് മനസ്സിലാക്കിയാണ് മുനമ്പത്തെ ജനത അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നത്. അങ്ങനെ തന്നെയല്ലേ ജിജീഷ്?
വിനോദ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു അവഗണനയാണ് മുനമ്പത്തെ ജനതയ്ക്ക് ഇടത് വലത് മുന്നണികളിൽ നിന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി നേരിടേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം, വഖഫ് അധിനിവേശം അതിന്റെ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് എത്തുന്നു, ആ ഒരു മേഖലയിലേക്ക് എത്തുന്നു. അവിടെ തങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത, വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ആ ജനത സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നതും അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശ്വാസം എന്ന് പറയുന്നതും വഖഫ് ഭേദഗതി ബില്ലായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ആ ബില്ലിനെ എങ്കിലും അനുകൂലിക്കണം, വഖഫ് ഭേദഗതി ബില്ലിനെ, അതിനെ പിന്തുണയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യം പല തവണ മുനമ്പം സമരസമിതി കോൺഗ്രസിന്റെ നേതാക്കളോടും CPM-ന്റെ നേതാക്കളോടും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അവർ ഈ സമരത്തോട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, വഖഫ് ഭേദഗതി ബില്ലിന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമാകുന്ന, അവർ കുടിയൊഴിയേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കുന്ന, വഖഫ് അധിനിവേശങ്ങളെ മൊത്തത്തിൽ ചെറുക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയായിരുന്നു പ്രധാനമായും കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം നേതാക്കൾ, ഇടത് വലത് മുന്നണിയുടെ പാർലമെന്റ് അംഗങ്ങൾ ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈബി ഈഡനെതിരെ വലിയ പ്രതിഷേധം ശക്തമായിരുന്നു. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമാണ് ഹൈബി ഈഡൻ. ഹൈബി ഈഡന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് മുനമ്പം മേഖല എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നബാധിത മേഖലയായ കുടിയൊഴിയേണ്ടി വരുന്ന ആളുകളുള്ള മുനമ്പം എന്ന ഹൈബി ഈഡന്റെ ആണ്. എന്നാൽ അവിടെ ചെന്ന് ആ സമര പന്തലിലെത്തി തുടക്കത്തിൽ ഒന്നും തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഹൈബി ഈഡൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിലും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന കാര്യം, അല്ലെങ്കിൽ പിന്തുണയ്ക്കും എന്ന ഒരു ഉറപ്പ് പോലും നൽകാൻ ഹൈബി ഈഡൻ തയ്യാറായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭീമ ഹർജിയുമായി ഇന്ന് മുനമ്പത്തെ ജനത ഒന്നടങ്കം ഹൈബി ഈഡന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ലിനെ ഹൈബി ഈഡൻ അടക്കമുള്ള മുഴുവൻ എംപിമാരും, കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും പിന്തുണയ്ക്കണം എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർ നിലപാടുകൾ സ്വീകരിക്കരുത്. കാരണം ഇതൊരു ജനതയുടെ ആവശ്യമാണ്, കുടിയൊഴിയേണ്ടി വരുന്ന ആളുകളുടെ ആവശ്യമാണ്. വഖഫിന്റെ അധിനിവേശം അത് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. എല്ലായിടത്തും വഖഫിന്റെ അധിനിവേശത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ. ഒരു ഭൂമി കാണിച്ചത് വഖഫിന് അവകാശപ്പെട്ടതാണ്, അവിടെ വഖഫിന്റെ അധികാര പരിധിയിലുള്ളതാണ് എന്ന് പറയുന്നതോടുകൂടി അത് വഖഫായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കണം എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് 610ഓളം കുടുംബങ്ങൾ ഇന്ന് അവിടെ എത്തി ഭീമ ഹർജി സമർപ്പിക്കുന്നത്. ഹൈബി ഈഡൻ പാർലമെന്റിലാണ് ഉള്ളത്. എന്നാൽ അവിടെ ഓഫീസിൽ ഹർജി സമർപ്പിച്ച് മടങ്ങുക. ശരി ജിജീഷ്, അതേസമയം നമുക്ക് ദിസ്നയിലേക്ക് കൂടി പോകാം. കാരണം ഇവിടെ ഇന്ന് വഖഫ് കേസ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുന്നുണ്ട്. കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയും അതിൽ പരിഗണിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ദിസ്ന, വിവരങ്ങൾ. ഇതുപോലെ തന്നെ 11 മണിയോടെ കേസ് ട്രൈബ്യൂണൽ പരിഗണിക്കുമെന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിയോടെ കേസ് ട്രൈബ്യൂണൽ പരിഗണിക്കുമെന്നൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനാണ് മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ വഖഫ് ബോർഡിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബവും ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്ത നടപടി ചോദ്യം ചെയ്തുള്ള സിദ്ദിഖ് സേഠിന്റെ ഹർജിയിലും ഇന്ന് വാദം നടക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കക്ഷി ചേരാനുള്ള മുനമ്പൻ നിവാസികളുടെ ഹർജിയും പരിഗണിക്കും എന്നൊരു സൂചന കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്കറിയാം ഏറെക്കാലമായി ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുനമ്പൻ ജനതയെ നേരത്തെ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ മുതലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ 1950-ൽ തങ്ങൾക്ക് ധാനമായി ലഭ്യമായ ഭൂമിയാണ് എന്ന് തന്നെയാണ് ഫറൂഖ് കോളേജ് ആ വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ ഭൂമി എന്ത് വേണമെങ്കിലും ചെയ്യാം, ക്രയവിക്രയം നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുകയോ ചെയ്യാം എന്നൊരു ചെയ്യാൻ സാധിക്കും എന്നൊരു നിലപാടിൽ തന്നെയാണ് ഫറൂഖ് കോളേജ് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വഖഫ് ബോർഡ് പറയുന്നത്. ആ സംഭവത്തിലാണ് ഇന്ന് വാദം നടക്കുന്നത്. അതോടൊപ്പം തന്നെ മുനമ്പൻ ജനത ഈ വിഷയത്തിൽ കക്ഷി ചേരുവാനുള്ള ഹർജിയും ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 11 മണിയോടെ ആയിരിക്കും വഖഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് പരിഗണിക്കുക എന്ന വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ, ശരി ദിസ്നയും ജിജീഷും വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഗോരക്ഷ മഹാപദയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം. അഖില ഭാരത ഗോസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്രയ്ക്ക് വെള്ളൂർകുന്നം മഹാദേവ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിച്ച് സ്വീകരണം നൽകി. ഗോരക്ഷയിലൂടെ ഭൂരക്ഷ എന്ന സന്ദേശമുയർത്തി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണ് പദയാത്ര. ഗോക്കളെ ദേവസങ്കല്പത്തിൽ പരിപാലിച്ചിരുന്ന അന്യം നിന്നുപോയ ജീവിത രീതി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈദരാബാദ് കേന്ദ്രമാക്കിയുള്ള അഖില ഭാരത ഗോസേവ ഫൗണ്ടേഷന്റെ ഗോരക്ഷ മഹാപദയാത്ര.
ബാലകൃഷ്ണ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്രയ്ക്ക് മൂവാറ്റുപുഴ വെള്ളൂർകുന്ന മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. The historical place of India, Lal Chowk, we started along with the small Punganur cow to save the cow, save the earth. So it is a awareness program. So the Padayatra is for total 182 days. Till March 27, the program will be concluded. Kashmir to Kanyakumari, 4,900 above kilometer we are walking. Till now 161 days over, we reached in Kerala. Some more 25 more days to go Kanyakumari. പശുക്കിടാവുമൊത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടത്തുന്ന പദയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. നാടൻ പശുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഗോരക്ഷാ മഹാപദയാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. മൂവാറ്റുപുഴയിൽ എത്തിച്ചേർന്ന ഗോരക്ഷാ മഹാപദയാത്ര ഹിന്ദു ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ ഡോക്ടർ MB അപ്പു, സംഘടനാ സെക്രട്ടറി TK നന്ദനൻ, RSS മൂവാറ്റുപുഴ ഖണ്ഡ് കാര്യവാഹ് MS അജേഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ജനം, കൊച്ചി. കോഴിക്കോട്ടെത്തുന്ന നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങുമായി സേവാഭാരതി. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് സൗജന്യമായി താമസ സൗകര്യം ഒരുക്കി മാതൃകയായിരിക്കുകയാണ് പാറോപ്പടി സേവാഭാരതി. കൂടാതെ നിർധനരായ വിദ്യാർത്ഥികളുടെ പഠന ചെലവ് ഏറ്റെടുത്തും കിടപ്പ് രോഗികൾക്ക് പെൻഷൻ നൽകുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് പാറോപ്പടിയിൽ സേവാഭാരതി നിർധനർക്ക് മേൽ കാരുണ്യത്തിന്റെ കരുതൽ ചൊരിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റും എത്തുന്ന രോഗികളെ സംബന്ധിച്ച് വൻതുക നൽകി റൂമെടുത്ത് നിൽക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടില്ലാത്തുന്ന ഒന്നാണ്. അവർക്ക് വേണ്ടിയാണ് പാറോപ്പടിയിലെ സേവാഭാരതിയുടെ കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. എയർ കണ്ടീഷൻ, ഫ്രിഡ്ജ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. താമസം തികച്ചും സൗജന്യമാണ്. ഇത് ജനങ്ങൾക്ക്, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ സേവാ മന്ദിരം എന്നുള്ളത്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, വിക്ക ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ ഗുരുതരമായ രോഗങ്ങൾക്ക് വരുന്നുണ്ട്. അവർക്ക് വലിയ സംഖ്യ കൊടുത്തിട്ട് വേണം താമസിക സൗകര്യം, മാസങ്ങളോളം എടുക്കുന്നത് ആണ് അവർ. അപ്പോൾ അവർക്ക് താമസ സൗകര്യം ഇവിടെ ഉണ്ട്. ഈ താമസ സൗകര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് അലക്കാനുള്ള വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്, ഇനി മരുന്നുകൾ സൂക്ഷിക്കാനുള്ള ഫ്രിഡ്ജുണ്ട്, എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുക്കളയടക്കമുള്ള ഗ്യാസ് സംവിധാനങ്ങളെല്ലാം നമ്മളിവിടെ നൽകുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് സൗജന്യമായ വീൽചെയറും ആജീവനാന്ത പെൻഷനും, നിർധനരായ വിദ്യാർത്ഥികളുടെ പഠന ചിലവ്, കിടപ്പ് രോഗികൾക്ക് ആജീവനാന്ത പെൻഷൻ, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം തുടങ്ങിയ കാര്യങ്ങളും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സേവാഭാരതി പാറേപ്പടി പ്രസിഡന്റ് കേണൽ രമണന്റെ നേതൃത്വത്തിലാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ജനം, കോഴിക്കോട്. സമയം അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്തേ. ഇനി 9 മണിക്ക് ലൈവ് റിപ്പോർട്ട്സ്. നമസ്തേ.